ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജെ.സി. ജൂനിയർ എഴുതിയ നോവൽ ലൈറ്റ് ഹൗസ്, അധ്യായം 1. വിമാനത്താവളത്തിൽ വെച്ചാണ് മിസ് അലീന റോമലിനെ പരിചയപ്പെട്ടത്. പരിചയപ്പെടൽ തികച്ചും യാദൃച്ഛികമായിരുന്നു. റോമൽ ജർമ്മൻകാരനാണ്. ജർമ്മൻ ഭാഷയ്ക്ക് പുറമെ ഇംഗ്ലീഷും ഫ്രഞ്ചും നല്ലവണ്ണം അറിയാം. 19 വയസ്സേ ഉള്ളൂ അവന്. പഠിക്കുന്നതും ലണ്ടനിൽ. സ്വീഡനിലുള്ള ഒരു ബന്ധുവിനെ സന്ദർശിച്ച ശേഷം അവൻ ലണ്ടനിലേക്ക് മടങ്ങാൻ ഒരുമ്പിടുകയാണ്. അലീന ബ്രിട്ടീഷുകാരിയാണ്. ലണ്ടനിൽ താമസം, പഠനവും അവിടെ തന്നെ. നന്നായി ടെന്നീസ് കളിക്കും. സ്റ്റോക്ക്ഹോമിൽ അവളുടെ ബന്ധുക്കളുണ്ട്. ഗാരി അങ്കിളിനോടൊപ്പം വന്ന് അവരെ സന്ദർശിച്ച ശേഷം അവളും മടങ്ങുകയാണ്. റോമലിന് ആദ്യ ദർശനത്തിൽ തന്നെ, ആദ്യത്തെ സംഭാഷണത്തിൽ തന്നെ ആ 15-കാരിയെ ഇഷ്ടമായി. വളരെ പെട്ടെന്ന് അവർ തമ്മിലടുത്തു. റോമലിനും ടെന്നീസ് ഇഷ്ടമാണ്. ഹരമാണെന്ന് തന്നെ പറയണം. കളിയിൽ വലിയ കേമനൊന്നുമല്ലെങ്കിലും ടെന്നീസ് താരങ്ങളോട് ഒരുതരം ആരാധന എന്നു പറഞ്ഞുകൂടാ, പ്രേമം തന്നെയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നീലരത്നം പോലുള്ള കണ്ണുകളും സ്വർണ്ണ തലമുടിയുമുള്ള ഈ ടെന്നീസ് സുന്ദരിയെ ആദ്യം മുതൽ അവൻ ആദരവോടും ആരാധനയോടും കൂടിയാണ് കണ്ടത്. റോമലിനെ അലീനയ്ക്ക് നന്നേ പിടിച്ചു. എന്തൊക്കെയോ പ്രത്യേകതകൾ അവനുണ്ടെന്ന് തോന്നി. അന്തസ്സുള്ള പെരുമാറ്റം, നല്ല പോലെ തേച്ച് മിനുസപ്പെടുത്തിയതെന്ന് തോന്നും വിധം സൗമ്യമായ പുരുഷസ്വരം, അവൻ്റെ ജർമ്മൻ ചുവ കലർന്ന ഇംഗ്ലീഷ് ഉച്ചാരണം അവളെ നന്നേ രസിപ്പിച്ചു. ബുദ്ധിയും നിശ്ചയദാർഢ്യവും ധൈര്യവും ആത്മവിശ്വാസവും വിളിച്ചോതുന്ന വിടർന്ന കണ്ണുകൾ, ചലനങ്ങളിൽ കുട്ടിത്തവും നല്ല പ്രസരിപ്പും യുവത്വത്തിൻ്റെ വേഗതയും ആവേശവും. അവൻ ഒരു ചുവട് വയ്ക്കുകയാണെങ്കിൽ അത് സാഹസികതയിലേക്കാണെന്ന് തോന്നിപ്പോകും. തലമുടി വല്ലാതെ ചെമ്പിച്ചതാണെന്ന ഒരൊറ്റ ദോഷമേ അലീന കണ്ടുള്ളൂ. നിഷ്കളങ്കതയും സ്നേഹത്തിൻ്റെ ചൈതന്യവും നിറഞ്ഞ സുന്ദരമായ മുഖത്തിന് ആ ചെമ്പൻ തലമുടി ചേരാതെ നിന്നു. സംഭാഷണത്തിന് ശേഷം റോമൽ യാത്രയയക്കാനെത്തിയ തൻ്റെ ബന്ധുക്കളുടെ സമീപത്തേക്ക് നീങ്ങിയപ്പോൾ ഗാരി അങ്കിൾ അലീനയോട് ചോദിച്ചു, എന്തുപറ്റി? വളരെ പെട്ടെന്ന് ഇണങ്ങിയല്ലോ. ഞങ്ങൾ തമ്മിൽ പിണക്കമൊന്നുമില്ലായിരുന്നല്ലോ. അലീന ഗൗരവം നടിച്ചു പറഞ്ഞു, ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്. ഗർവില്ലാതെ നീയൊരു ആൺകുട്ടിയോട് ഇത്രയധികം നേരം സംസാരിക്കുന്നത്. നിന്നെ ഇണക്കിയെടുക്കാൻ അത്ര പെട്ടെന്ന് ആർക്കെങ്കിലും സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനൊരു കാട്ടുമൃഗമൊന്നുമല്ലല്ലോ. കാട്ടുപൂച്ചയുടെ സ്വഭാവത്തോട് സാമ്യമുണ്ട്. ഇതും പറഞ്ഞ് ഗാരി അങ്കിൾ ചിരിച്ചു. ഗാരി അങ്കിളിൻ്റെ ഉപമ ഏറെക്കുറെ വാസ്തവമായിരുന്നു. ആരോടും പെട്ടെന്നിണങ്ങുന്ന കൂട്ടത്തിലല്ല അലീന. അവൻ്റെ പേരെന്താണ്? റോമലോ? ഗാരി അങ്കിൾ ചോദിച്ചു. അതെ, ലണ്ടനിൽ വെച്ച് ഇനിയും കാണാമെന്നും എന്നോട് പറഞ്ഞു. അഡ്രസ്സ് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അലീന ഉത്സാഹത്തോടെ പറഞ്ഞു. അപ്പോൾ ഇത്തവണത്തെ യാത്ര കൊണ്ട് നഷ്ടമൊന്നുമില്ല. വൻപിച്ച ലാഭം. അലീന ചിരിച്ചു. റോമൽ മടങ്ങി വന്നു. അപ്പോഴേക്കും വിമാനത്തിൽ കയറാനുള്ള അറിയിപ്പ് കേട്ടു. യാത്രക്കാർ വിമാനത്തിനടുത്തേക്ക് നീങ്ങി. ഒരേ നിരയിൽ അടുത്തടുത്തായിരുന്നു ഗാരി അങ്കിളിൻ്റെയും റോമലിൻ്റെയും അലീനയുടെയും ഇരിപ്പിടങ്ങൾ. അലീനയ്ക്കും റോമലിനും വളരെ സന്തോഷമായി. ഹാംബർഗിൽ എത്തുന്നതുവരെ ഇനി ഒന്നിച്ചു കഴിയാം. ഹാംബർഗിൽ റോമൽ ഇറങ്ങും. അവിടെ നിന്നും ഒരാഴ്ച കഴിഞ്ഞ് ലണ്ടനിലേക്ക് തിരിക്കൂ. വിമാനം ടേക്ക് ഓഫ് ചെയ്യാനുള്ള അറിയിപ്പ് ടെർമിനലിൽ നിന്ന് ഉച്ചഭാഷണിയിലൂടെ. തുടർന്ന് വിമാനത്തിനുള്ളിൽ നിന്നും അറിയിപ്പ്. സീറ്റ് ബെൽറ്റുകൾ മുറുക്കാനുള്ള നിർദ്ദേശവും. നിമിഷങ്ങൾക്കകം സ്റ്റോക്ക്ഹോം വിമാനത്താവളത്തിൽ നിന്നും വിമാനം പറന്നുയർന്നു. സീറ്റ് ബെൽറ്റുകൾ അഴിച്ചുകൊള്ളാൻ നിർദ്ദേശം. അലീന തൻ്റെ ബെൽറ്റ് അഴിച്ചു. അലീനയ്ക്ക് പഠിപ്പിൽ ശ്രദ്ധിക്കണമെന്നാണോ അതോ ടെന്നീസിലേക്ക് മുഴുവൻ ശ്രദ്ധയും തിരിച്ചുവിടണമെന്നാണോ താല്പര്യം? റോമൽ ചോദിച്ചു. രണ്ടും കൂടി ഒത്തുപോകില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്. ടെന്നീസാണെൻ്റെ ലക്ഷ്യം. കഠിനമായ പരിശീലനം വേണം. അതും ദിവസേന 5-6 മണിക്കൂർ. നമ്പർ 1 ആകണമെന്നാണ് ആഗ്രഹം. സ്റ്റെഫിയെപ്പോലെ, മാർട്ടീനയെപ്പോലെ. അലീന ആവേശത്തോടെ പറഞ്ഞു. എനിക്ക് സ്കീയിങ്ങിൽ നല്ല താല്പര്യമുണ്ട്. അവസരം കിട്ടുമ്പോഴൊക്കെ പരിശീലിക്കും. സംഗതി വളരെ സാഹസികമാണ്. അതുകൊണ്ടാണ് അതിനോടിത്ര താല്പര്യവും. സ്കീയിങ് കുറച്ചൊക്കെ എനിക്കും അറിയാം. ഗാരി അങ്കിളാണെങ്കിൽ അതികേമനാണ്. അങ്കിളാണ് എന്നെ പഠിപ്പിച്ചത്. വിമാനം ബോണിലേക്ക് പറന്നുകൊണ്ടിരുന്നു. താഴെ അനന്തവിശാലമായ ബാൾട്ടിക് സമുദ്രം. ഗാരി അങ്കിൾ തൊട്ടടുത്തുള്ള യാത്രക്കാരനുമായി പരിചയപ്പെട്ടു കഴിഞ്ഞു. അവർ കൊണ്ടുപിടിച്ച സംഭാഷണത്തിൽ മുഴുകിയിരിക്കുന്നു. ഇംഗ്ലണ്ടിൽ നിന്നുള്ള ചില മന്ത്രിമാരും നയതന്ത്ര പ്രതിനിധികളും വിമാനത്തിലുണ്ടെന്നും അയാൾ ഗാരി അങ്കിളിനോട് പറയുന്നതും അലീന കേട്ടു. ആരൊക്കെയാണെന്ന് ശരിക്കു കേട്ടില്ല. സ്വീഡനിൽ വെച്ച് നടത്തപ്പെട്ട ഒരു സമ്മേളനത്തിന് ശേഷം അവർ മടങ്ങുകയാണത്രേ.
എയർ ഹോസ്റ്റസ് ചായക്കപ്പുകൾ അടുക്കിയ ട്രേയുമായി കോക്പിറ്റിന്റെ വാതിൽ തുറന്ന് കടന്നയുടൻ മുൻനിരയിലിരുന്ന 2 യാത്രികർ ചാടി എഴുന്നേറ്റു. അവർ വാതിലിന് നേർക്ക് കുതിക്കുന്നത് കണ്ട സകലർക്കും അസ്വാഭാവികത അനുഭവപ്പെട്ടു. ഒരു കുഴപ്പമുണ്ടാകാൻ പോവുകയാണെന്ന തോന്നൽ ഞൊടിയിടയിലുണ്ടായി. കോക്പിറ്റിനടുത്ത് നിന്നിരുന്ന ഫ്ലൈറ്റ് പർസർ വരെ അവരെ തടയാൻ ശ്രമിച്ചു. അയാളെ തള്ളിമാറ്റിയിട്ട് 2 പേരും കോക്പിറ്റിന്റെ വാതിൽ ശരിക്കടയും മുൻപ് തന്നെ വലിച്ചു തുറന്ന് അപ്പുറത്ത് കിടന്നു. തള്ളലിൽ വേച്ചുപോയ പർസർ വീണ്ടും അവരുടെ നേർക്ക് കുതിച്ചു. തീരെ ശബ്ദം കുറഞ്ഞ ഒരു വെടിയൊച്ചയോടൊപ്പം വാതിലടഞ്ഞു. വാതിലിന് ചുവട്ടിൽ ഫ്ലൈറ്റ് പർസർ വീണുകിടന്ന് പിടഞ്ഞടിക്കുന്നത് കാണായി. വാതിലിൽ ചോരത്തുള്ളികൾ തെറിച്ചു വീണു. പെട്ടെന്ന് തന്നെ പിടച്ചിൽ നിലച്ചു. 3-4 നിമിഷങ്ങൾക്കുള്ളിൽ ഇത്രയും കഴിഞ്ഞു. വിമാന റാഞ്ചികൾ ഗാരി അങ്കിൾ പിറുപിറുത്തു. വിമാനത്തിലെ യാത്രക്കാരെല്ലാം ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. എല്ലാ മുഖങ്ങളിലും മരണത്തിന്റെ വിളർച്ച. ആരും ശ്വാസം കഴിക്കുന്നു പോലുമില്ല. ഭയാനകമായ നിശബ്ദത. കോക്പിറ്റിനുള്ളിൽ എന്തു നടക്കുന്നുവെന്നും ആർക്കും അറിഞ്ഞുകൂടാ. ഫ്ലൈറ്റ് പർസർ മരിച്ചുപോയെന്ന് നോക്കാനായി റോമലിന്റെ അപ്പുറത്തിരുന്ന മനുഷ്യൻ എഴുന്നേറ്റു. സിറ്റ് ഡൗൺ. ഒരു ഗർജനം. സകലരും ഞെട്ടിത്തിരിഞ്ഞു. ഏറ്റവും പിന്നിൽ ഇരിപ്പിടങ്ങളുടെ നിരക്കപ്പുറത്ത് സ്റ്റൺ ഗണ്ണുമായി ഒരാൾ. എഴുന്നേറ്റയാളുടെ ഉടൽ കുലുങ്ങി വിറച്ചു. അയാൾ സീറ്റിലേക്ക് കുഴഞ്ഞു വീണു. അയാളുടെ വിറയിൽ അപ്പോഴും നിലച്ചില്ല. എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിലിരിക്കുക. ആരും എഴുന്നേൽക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യരുത്. കർശനമായ ആജ്ഞ. അലീന ഭീതിയോടെ മെല്ലെ മുഖം തിരിച്ചു. റോമലിനെ നോക്കി. അവൻ്റെ മുഖവും വല്ലാതെ വിളറിയിരുന്നു. എങ്കിലും അവൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് മെല്ലെ കണ്ണടച്ച് കാണിച്ചു. പിന്നെ പതുക്കെ കൈനീട്ടി അവളുടെ കൈത്തലം പിടിച്ചമർത്തി. അല്പം കഴിഞ്ഞപ്പോൾ കോക്പിറ്റിന്റെ വാതിൽ തുറന്ന് എയർ ഹോസ്റ്റസ് കടന്നുവന്നു. അവരുടെ മുഖവും വല്ലാതെ വിളറിക്കാണപ്പെട്ടു. ആരും ഭയപ്പെടേണ്ട, ശാന്തരായിരിക്കുക. നമ്മൾ ഓസ്ലോവിലേക്ക് പോവുകയാണ്. ഒരു പരുക്കൻ ശബ്ദം ലൗഡ് സ്പീക്കറിലൂടെ മുഴങ്ങി. ഓസ്ലോവിലേക്കോ? അതെന്തൊരു അനീതി! ഗാരി അങ്കിൾ പിറുപിറുത്തു. ഓസ്ലോവിൽ കൊണ്ടുചെന്നിട്ട് നമ്മളെ എന്ത് ചെയ്യാൻ പോകുന്നു? നോർവേയിൽ അവർക്കെന്താണ് കാര്യം? 5 മിനിറ്റിന് ശേഷം കോക്പിറ്റിന്റെ വാതിൽ തുറന്നു. ഒരക്രമി ഇറങ്ങി വന്നു. വാതിലടച്ച ശേഷം അയാൾ അതിന്മേൽ ചാരിയിരുന്നു. അയാൾ യാത്രക്കാരുടെ നേർക്ക് തോക്കു ചൂണ്ടി. എല്ലാവരും പേടിയോടെ ശിരസൽപ്പം താഴ്ത്തി. ആരും സാഹസികത കാണിച്ച് മിടുക്കനാകാൻ ശ്രമിക്കരുത്. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇതേ അനുഭവം പ്രതീക്ഷിച്ചുകൊള്ളുക. മരിച്ചു കിടക്കുന്ന ഫ്ലൈറ്റ് പർസറുടെ തല അയാൾ ചവിട്ടി നീക്കിക്കൊണ്ട് തുടർന്നു. എതിർപ്പിന്റെ സൂചനയെങ്കിലും ഉണ്ടായാൽ നായ്ക്കളെപ്പോലെ നിങ്ങളെയെല്ലാം വെടിവെച്ചിടും. അതുകൊണ്ട് എല്ലാവരും അടങ്ങിയൊതുങ്ങി അവരവരുടെ സ്ഥാനത്തിരിക്കുക. ഞങ്ങളുടെ ലക്ഷ്യം സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ആരെയും കൊല്ലണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അയാൾ പറഞ്ഞ് അവസാനിപ്പിച്ചതിനു ശേഷം അവിടെ തന്നെ നിലകൊണ്ടു. വിമാനം തട്ടിയെടുക്കപ്പെട്ട വാർത്ത ഇതിനകം ലോകമെല്ലാം വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. വിമാനം നോർവേക്ക് മുകളിലെത്തി. റാഞ്ചികൾ വിമാനത്താവളവുമായി റേഡിയോ മുഖാന്തരം ബന്ധപ്പെട്ട് ഓസ്ലോവിലിറങ്ങാൻ അനുമതി ചോദിച്ചു. പക്ഷേ എയർപോർട്ട് അധികൃതർ അനുമതി നൽകിയില്ല. ഇന്ധനം തീർന്നുവെന്നും അതിനാൽ ഓസ്ലോവിലിറങ്ങാൻ നിർബന്ധിതരായി തീരുമെന്നും അക്രമികൾ മുന്നറിയിപ്പ് നൽകി. അതേ തുടർന്ന് വിമാനത്താവളത്തിലിറങ്ങാൻ അനുമതി ലഭിച്ചു. വിമാനം ഓസ്ലോവിലിറങ്ങി. അക്രമികൾ ഇന്ധനം ആവശ്യപ്പെട്ടു. ഇന്ധനമില്ല എന്നായിരുന്നു പോർട്ട് അധികൃതരുടെ മറുപടി. ഇതിനിടയിൽ ലണ്ടനുമായി പോർട്ട് അധികൃതർ ബന്ധം പുലർത്തി. കഴിയുന്നത്രയും സമയം വിമാനം ഓസ്ലോവിൽ വെച്ച് താമസിപ്പിക്കുക എന്നതാണ് ലണ്ടനിൽ നിന്നും ലഭിച്ച മറുപടി. ലണ്ടനിൽ മന്ത്രിസഭ അടിയന്തരമായി സമ്മേളിച്ചു. എന്ത് പ്രതിവിധിയാണ് കൈക്കൊള്ളേണ്ടതെന്ന് തീരുമാനിക്കണം. വിമാനത്തിൽ ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ 3 മന്ത്രിമാരും ഡിഫൻസ് വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുമുണ്ട്. അവരെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഇതിനിടയിൽ അധികൃതർ റാഞ്ചികളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. അവർ ഏത് ഭീകര സംഘത്തിൽപ്പെട്ടവരാണെന്നോ അവരുടെ ഉദ്ദേശം എന്തെന്നോ അറിയില്ല. അതറിയാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ റാഞ്ചികൾക്ക് ഒന്നും തന്നെ ആവശ്യപ്പെടാനില്ലായിരുന്നു. യാത്രക്കാരെ മോചിപ്പിക്കാൻ യാതൊരു ഉപാധിയും അവർ മുൻപോട്ട് വച്ചില്ല. യാത്രക്കാരെ മോചിപ്പിക്കുന്നതിന് പകരം എന്താണ് ആവശ്യമെന്ന് ചോദിച്ചതിന് ഒരാവശ്യവുമില്ല. യാത്രക്കാരെ മോചിപ്പിക്കാൻ ഉദ്ദേശവുമില്ല എന്നായിരുന്നു മറുപടി. അവരുമായി നടത്തിയ സംഭാഷണങ്ങൾ തികഞ്ഞ പരാജയമായി. കൂടുതൽ സംഭാഷണത്തിനോ ചർച്ചയ്ക്കോ അവർ തയ്യാറായിരുന്നുമില്ല. ഇത് വളരെ അപൂർവവും അസാധാരണവുമായിരുന്നു. കുറേ പേർ വിമാനം റാഞ്ചുക, അവർക്ക് യാതൊരു ഡിമാൻഡുമില്ലാതിരിക്കുക, അക്രമികൾ ആരാണെന്നും ഏത് ഭീകര സംഘടനയിൽപ്പെട്ടവരാണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും അറിയാനുള്ള ശ്രമങ്ങളെല്ലാം വിഫലമായി. റാഞ്ചികൾ ആകെ ആവശ്യപ്പെട്ടത് ഇത് മാത്രമാണ്: വിമാനത്തിൽ ഇന്ധനം നിറച്ചു കൊടുക്കണം. അധ്യായം 2.
ലണ്ടനിൽ നിന്നും സ്പെഷ്യൽ കമാൻഡോ യൂണിറ്റിലെ സായുധ അംഗങ്ങളുമായി ഒരു വിമാനം ഓസ്ലോവിലിറങ്ങി. ഒരു മിന്നലാക്രമണം നടത്തി റാഞ്ചികളെ കീഴടക്കാൻ തയ്യാറായി. അവർ വിമാനത്താവളത്തിൽ കാത്തുകിടന്നു. റാഞ്ചികൾ എത്ര പേരുണ്ടെന്നറിയണം. അവർ ഏതൊക്കെ ദിശകളിലാണ് നെൽപ്പുറപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അവരുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ടെന്നും നല്ല നിശ്ചയം വേണം. ആക്രമണം നടത്തുമ്പോൾ യാത്രക്കാരുടെ ജീവന് ഹാനി സംഭവിക്കാൻ ഇടയുണ്ടോ എന്നും തീർച്ചയാക്കണം. മണിക്കൂറുകൾ പലത് കടന്നുപോയി. തുടർന്ന് അന്ത്യശാസനം മുഴങ്ങി. അരമണിക്കൂറിനുള്ളിൽ വിമാനത്തിൽ ഇന്ധനം നിറച്ചു തരുന്നില്ലെങ്കിൽ 5 മിനിറ്റ് ഇടവിട്ട് ഓരോ യാത്രക്കാരനെ വീതം വെടിവെച്ചു കൊല്ലുന്നതാണ്. കമാൻഡോകൾ ആക്രമണ പരിപാടി ഉപേക്ഷിച്ച് പിന്മാറി. തങ്ങളുടെ സാന്നിധ്യം റാഞ്ചികൾ മനസ്സിലാക്കി കഴിഞ്ഞ നിലയ്ക്ക് ഇനി പഴുതൊന്നുമില്ലെന്ന് അവർക്ക് ബോധ്യമായി. വിമാനത്താവളത്തിൽ തിരക്കിട്ട് കൂടിയാലോചന. 1 മണിക്കൂർ കഴിഞ്ഞു. വിമാനത്തിനുള്ളിൽ നിന്നും ഒരു വെടിശബ്ദം മുഴങ്ങി. തുടർന്ന് വാതിൽ തുറക്കപ്പെട്ടു. റാഞ്ചികളിൽ ഒരാൾ ഒരു ശവശരീരം വൺവേയിലേക്ക് എറിയുന്നത് ദൂരദർശിനിയിലൂടെ കാണായി. തുടർന്ന് ഭീഷണി. ഓരോ 5 മിനിറ്റിലും ഓരോ യാത്രക്കാരൻ, അല്ലെങ്കിൽ ഇന്ധനം. ഒരു തീരുമാനത്തിലുമെത്താതെ 10 മിനിറ്റ് കൂടി കഴിഞ്ഞുപോയി. 2 മൃതദേഹങ്ങൾ കൂടി റൺവേയിൽ വീണു. വിമാനത്തിനുള്ളിൽ യാത്രക്കാരെല്ലാം ഭയചകിതരായി ഇരിക്കുകയായിരുന്നു. ഓരോ 5 മിനിറ്റിലും റാഞ്ചികളിൽ ഒരാൾ യാത്രക്കാരിൽ ഒരാളെ തോക്കുകൊണ്ട് കുത്തി എഴുന്നേൽപ്പിക്കും. പ്രായം ചെന്നവരെയാണ് അവർ കൊല്ലാൻ തിരഞ്ഞെടുത്തത്. കോട്ടിൽ പിടിച്ചു വലിച്ചിഴച്ച് കോക്പിറ്റിന്റെ വാതിലിനടുത്തേക്ക് കൊണ്ടുവന്ന് എല്ലാവരും കാണുകയാണ് ഈ ക്രൂരകൃത്യം നടത്തിക്കൊണ്ടിരുന്നത്. ഭയാനകമായ ഈ ദൃശ്യം കണ്ട് സ്ത്രീകളിൽ പലരും ബോധഹീനരായി. ഓസ്ട്രിയക്കാരനായ ഒരു വൃദ്ധൻ്റേതായിരുന്നു 2ാമത്തെ ഊഴം. റാഞ്ചികളിൽ ഒരാൾ അടുത്തേക്ക് ചെന്ന് തോക്കിൻ കുഴൽ അയാളുടെ താടിക്ക് കീഴിൽ മുട്ടിച്ച് മേലോട്ടുയർത്തി. വൃദ്ധന്റെ ശരീരമാസകലം കുടഞ്ഞു വിറച്ചു. കണ്ണുകൾ പുറത്തേക്ക് തള്ളി ഒരാശ്രയത്തിനു വേണ്ടി ദയനീയമായി കെഞ്ചുന്ന നോട്ടം എല്ലാ യാത്രക്കാരിലും എത്തി. സീറ്റിലേക്ക് കുഴഞ്ഞു വീണ അയാളെ അക്രമി വലിച്ചിഴച്ച് കോക്പിറ്റിനടുത്ത് കൊണ്ടുവന്നു. അയാൾ കൈകൂപ്പി കെഞ്ചുകയും കുതിറുകയും ദയനീയമായി കരയുകയും ചെയ്തുകൊണ്ടിരുന്നു. അവസാനം വെടിവെക്കാനായി അവരയാളെ എഴുന്നേൽപ്പിച്ചു നിർത്തി. തോക്ക് നെഞ്ചിലേക്ക് ചൂണ്ടുന്നത് കണ്ട് ആ വൃദ്ധൻ ചാവുന്ന വന്യമൃഗത്തെപ്പോലെ ഞരങ്ങിക്കൊണ്ട് താഴെ വീണു. തറയിൽ വീണുകിടന്ന വൃദ്ധനെ ആക്രമി കുനിഞ്ഞു പരിശോധിച്ചു. തീർന്നു. വൃദ്ധൻ ഭയന്ന് മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നിട്ടും മരണം ഉറപ്പാക്കാനായി ആക്രമി ആ മൃതദേഹത്തിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. പ്രതികരണം ഒന്നുമുണ്ടായില്ല. അടുത്ത ഊഴം സ്വീഡൻകാരനായ ഒരു വൃദ്ധനായിരുന്നു. അയാൾ റാഞ്ചികളോട് കുറേ നേരം ചേർത്ത് നിന്നു. അയാളുടെ ഭാര്യയും മകളും ഉറക്കെ കരഞ്ഞുകൊണ്ട് റാഞ്ചികളോട് പൊരുതി. റാഞ്ചികളിൽ ഒരാൾ തോക്കുകൊണ്ട് 2 പേരെയും ഇടിച്ചു വീഴ്ത്തി. അതിനുശേഷം വൃദ്ധനെ പിടികൂടി. അയാൾ അക്രമിയെ പുലഭ്യം പറയുകയും ചവിട്ടുകയും അടിക്കുകയും ചെയ്തു. മൽപ്പിടുത്തത്തിനിടയിൽ മറ്റൊരക്രമി മുൻപോട്ട് വന്ന് തോക്കിൻ പാത്തികൊണ്ട് വൃദ്ധന്റെ തല അടിച്ചു പൊളിച്ചു. പിന്നീട് വെടിവെക്കേണ്ട ആവശ്യമുണ്ടായില്ല. തോക്കുകൊണ്ടുള്ള അടിയോടെ കാര്യം കഴിഞ്ഞു. 4ാമത്തെ നറുക്കു വീണത് ഘാരി അങ്കിളിനായിരുന്നു. അലീന അപ്പോൾ തന്നെ ദീനമായ ഒരു കരച്ചിലോടെ പ്രജ്ഞയേറ്റ് വീണു. റോമൽ അവളെ താങ്ങി. ഘാരി അങ്കിൾ ശാന്തനായി എഴുന്നേറ്റു. അപ്പോഴേക്കും കോക്പിറ്റിന് മുൻപിൽ നിന്ന് റാഞ്ചി മുൻനിരയിലുണ്ടായിരുന്ന ഒരു വൃദ്ധനെ തോക്കു ചൂണ്ടി എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും പോർട്ട് അധികൃതരുടെ അറിയിപ്പ് ലഭിച്ചു. വിമാനത്തിൽ ഇന്ധനം നിറച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന്. നീ രക്ഷപ്പെട്ടു. ഇതുപോലൊരു ഭാഗ്യം ഇനി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. തോക്കുകൊണ്ട് വൃദ്ധനെ അയാൾ ഇരിപ്പിടത്തിലേക്ക് തള്ളി നീക്കിക്കൊണ്ട് അക്രമി പറഞ്ഞു. വിമാനത്തിൽ ഇന്ധനം നിറച്ചു കഴിഞ്ഞു. റാഞ്ചികൾ വിമാനത്തിലുണ്ടായിരുന്ന വൃദ്ധരെയെല്ലാം മോചിപ്പിക്കാൻ തയ്യാറായി. ഘാരി അങ്കിളിനും 55 വയസ്സേ ആയുള്ളൂ. എങ്കിലും അയാൾക്കും വേണമെങ്കിൽ വൃദ്ധരോടൊപ്പം രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ അലീനയെ വിമാനത്തിൽ വിട്ടിട്ട് പോകാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് അയാൾ വിമാനത്തിൽ തന്നെ ഇരുന്നു. അലീനയ്ക്ക് അപ്പോഴും ബോധമുണർന്നിരുന്നില്ല. എയർ ഹോസ്റ്റസ് വന്ന് വേണ്ട ശുശ്രൂഷകൾ നൽകി. അലീന കണ്ണു തുറന്നു. ജീവനോടെ ഘാരി അങ്കിൾ തൻ്റെ അരികിലുള്ളത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. ഒരു തേങ്ങലോടെ അവൾ അദ്ദേഹത്തിൻ്റെ ചുമലുകളിൽ മുറുകെ പിടിച്ചു. എൻ്റെ ഊഴം വന്നില്ല. നിന്നെ തനിച്ചാക്കിയിട്ട് പോകാൻ ദൈവം അനുവദിച്ചില്ല എന്ന് കരുതുക. ഘാരി അങ്കിൾ അവളെ തലോടി ആശ്വസിപ്പിച്ചു. വിമാനം ഉടൻ പുറപ്പെടുകയാണെന്ന് എയർ ഹോസ്റ്റസ് അറിയിച്ചു. എല്ലാവരും സീറ്റ് ബെൽറ്റുകൾ മുറുക്കി. നിമിഷങ്ങൾക്കകം വിമാനം ഓസ്ലോവിൽ നിന്നും പറന്നുയർന്നു. യാത്രികർക്കിടയിൽ പരിഭ്രാന്തി നിറഞ്ഞു നിന്നു. ആരും സംസാരിക്കുന്നില്ല. ഭക്ഷണം കഴിക്കാൻ പോലും താല്പര്യം ആർക്കുമില്ല. റാഞ്ചികൾ തങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും അവരുടെ ലക്ഷ്യമെന്താണെന്നും അറിഞ്ഞുകൂടാ. മരണഗതി മുറ്റിയ മുഖങ്ങൾ. താഴെ മഞ്ഞുമലകളുടെയും ദ്വീപുകളുടെയും ദൃശ്യം അപ്രത്യക്ഷമായി. പകരം വിശാലമായ നോർവീജിയൻ കടൽ. നമ്മളെ ഇവന്മാർ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ആർട്ടിക് സർക്കിളിലേക്കോ?
ഗാരി അങ്കിൾ പിറുപിറുത്തു. അവിടെ വിമാനത്താവളമുണ്ടോ? അലീന ചോദിച്ചു. ഉണ്ടായിരിക്കാം. നോർവീജിയൻ കടലിന് മുകളിലൂടെ നേരെ വടക്കോട്ട് ഒരു വിമാനം പറപ്പിക്കുന്നത് കണ്ടാൽ അങ്ങനെ വേണം കരുതാൻ. കടൽ വളരെ വേഗം കണ്ണിൽ നിന്നും മറഞ്ഞു. ഇനി കാണാവുന്ന ദിക്കിലെല്ലാം മഞ്ഞുഭൂമി മാത്രം. കൂറ്റൻ മഞ്ഞുമലകൾ, അഗാധമായ താഴ്വരകൾ, കൊടുമുടികൾ. അതും വളരെ വേഗം അപ്രത്യക്ഷമായി. ഇപ്പോൾ യാതൊന്നും കാണാനില്ല. മേഘങ്ങൾക്കിടയിലൂടെയാണ് വിമാനം പോയിക്കൊണ്ടിരുന്നത്. ചുറ്റുപാടും കനത്ത മൂടൽമഞ്ഞ് മാത്രം. പെട്ടെന്ന് വിമാനം ഒന്ന് കുടഞ്ഞു കുലുങ്ങി. യാത്രക്കാർ സീറ്റുകളിൽ നിന്നും തെറിച്ചുപോയി. പെട്ടെന്ന് തന്നെ കുലുക്കം നിലച്ചു. ഏതോ എയർ പോക്കറ്റിൽ വീണതാണ്. ഗാരി അങ്കിൾ ശരിക്കിരുന്നിട്ട് അലീനയെ ആശ്വസിപ്പിച്ചു. കോക്പിറ്റിൽ നിന്നും പുറത്തേക്ക് വന്ന എയർ ഹോസ്റ്റസ് യാത്രക്കാരോട് പറഞ്ഞു, എല്ലാവരും സീറ്റ് ബെൽറ്റുകൾ മുറുക്കുക. ഇനിയുള്ള യാത്ര അത്ര സുഗമമായിരിക്കില്ല. യാത്രക്കാരനുസരിച്ചു. വിമാനം ചിലപ്പോൾ കുത്തനെ മേലോട്ടുയർന്നു, ചിലപ്പോൾ തകർന്നു വീഴുകയാണെന്ന് തോന്നുമാറ് കുത്തനെ താഴുകയും ചെയ്തു. അതീവ ദുർഘടമായ ഒരു മാർഗത്തിലൂടെയാണ് വിമാനം പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അതിസാഹസികമായ ഒരു യാത്രയാണിതെന്നും അലീനയ്ക്ക് തോന്നി. വിമാനം എപ്പോൾ വേണമെങ്കിലും തകർന്നേക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളതെന്നും യാത്രക്കാർക്കെല്ലാം തോന്നിയിരുന്നു. ക്രമേണ മൂടൽ മഞ്ഞ് മാറി. മഞ്ഞുമലകൾ ഒഴുകി നടക്കുന്ന നീലിച്ച സമുദ്രവും ദൂരെ കൂറ്റൻ മഞ്ഞുപർവ്വതങ്ങളും കാണാനായി. വിമാനത്തിന്റെ ചക്രങ്ങൾ നിവർന്നു. അവ മെല്ലെ മഞ്ഞിൽ സ്പർശിച്ചു. പിന്നെ നാലുപാടും പൊടിമഞ്ഞ് വിതറിക്കൊണ്ട് ചക്രങ്ങൾ അതിവേഗം ഓടി. വിമാനം നിൽക്കുമ്പോഴേക്കും ചക്രങ്ങൾ മഞ്ഞിൽ പൊതിഞ്ഞുപോയി കഴിഞ്ഞിരുന്നു. നമ്മൾ ആർട്ടിക് സമുദ്രത്തിലുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ആരും കേമത്തം കാണിക്കരുത്. കാരണം ഇവിടെ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയാണ് ഏറ്റവും അടുത്ത ജനവാസ കേന്ദ്രം. മഞ്ഞുമലകൾ നിറഞ്ഞ ഒരു ദ്വീപാണിത്. ഇവിടെ നിന്നും യാത്രാ സൗകര്യങ്ങളില്ല. റാഞ്ചികളിൽ ഒരാൾ അറിയിച്ചു. ഗ്രൗണ്ടിലെ ചുവന്ന കൊടികൾക്കിടയിൽ മറഞ്ഞു നിന്നിരുന്ന യൂണിഫോം ധരിച്ച കുറേ പേർ വിമാനത്തിനടുത്തേക്ക് ഒരു ഫൈബർ ഗോവണി ചുമന്നുകൊണ്ടുവന്നു. വിമാനത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു. വലിയ തുണിക്കെട്ടുകളുമായി ചിലർ വിമാനത്തിനകത്തേക്ക് വന്നു. ഇവിടെ കാലാവസ്ഥ മോശമാണ്. 0 ഡിഗ്രിക്ക് താഴെയാണ് അന്തരീക്ഷ ഊഷ്മാവിന്റെ നില. അതുകൊണ്ട് എല്ലാവരും കമ്പിളി വസ്ത്രങ്ങൾ ധരിക്കുക. ചുവന്ന വേഷക്കാർ തുണിക്കെട്ടുകൾ അഴിച്ച് യാത്രക്കാർക്കെല്ലാം കമ്പിളി വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. നമ്മൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ആരും കയ്യിലൊന്നും എടുക്കേണ്ട. ധരിച്ചിരിക്കുന്ന വസ്ത്രം മാത്രമേ കാണാവൂ. റാഞ്ചികളുടെ ഉത്തരവ്. അലീനയും റോമലും ദേഹം മുഴുവൻ മൂടിപ്പൊതിഞ്ഞുള്ള കമ്പിളി വസ്ത്രം ശരിക്കും ധരിച്ചു. കവിളിണകളെ കൂടി മൂടുന്ന തരത്തിലുള്ള രോമത്തൊപ്പി തലയിൽ വെച്ചു. കയ്യുറകളും കാലുറകളും ധരിച്ചു. ഗാരി അങ്കിൾ തന്റെ പൈപ്പും ലൈറ്ററും പുതിയ കമ്പിളിക്കോട്ടിന്റെ പോക്കറ്റിൽ സൂക്ഷിക്കാൻ മറന്നില്ല. യാത്രക്കാർ ഓരോരുത്തരായി ഗോവണിയിലൂടെ ഗ്രൗണ്ടിലിറങ്ങി. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചുവപ്പ് കുപ്പായക്കാർ വിമാനത്തിലുണ്ടായിരുന്ന ലഗേജുകൾ നീക്കം ചെയ്തു. റാഞ്ചികളുടെ പിറകെ ഗ്രൗണ്ടിലൂടെ യാത്രക്കാർ നീങ്ങി. ചുറ്റോടു ചുറ്റും മഞ്ഞുമലകൾ മാത്രം. ദൂരെ നീല സമുദ്രത്തിന്റെ അവ്യക്തരേഖ. പൊടിമഞ്ഞ് പെയ്യുന്നുണ്ട്. അലീന ഓർത്തു, ഇവർ തങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? മഞ്ഞിൻ ധവളിമയല്ലാതെ ഒന്നും കാണാനില്ല. ഒരു വീടോ കെട്ടിടമോ ഒന്നും തന്നെ. അവർ ഗ്രൗണ്ടിന്റെ അങ്ങേയറ്റത്ത് എത്തുമ്പോഴേക്കും അതിഭയങ്കരമായ ഒരു സ്ഫോടന ശബ്ദം മുഴങ്ങി. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു. തങ്ങൾ വന്ന വിമാനം പൊട്ടിത്തെറിക്കുന്ന ഒരു അഗ്നിഗോളമായി കാണപ്പെട്ടു. 100 കഷ്ണങ്ങളായി അത് ചിതറി. കറുത്ത പുകപടലങ്ങൾ ഉയർന്നു. ഹിമക്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. അധ്യായം 3. പുതയുന്ന പൊടിമഞ്ഞിലൂടെ ആ സംഘം കൊടുമുടിയുടെ പിളർപ്പിനടുത്തെത്തി. പിളർപ്പിൽ മഞ്ഞുപാറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇരുമ്പ് കവാടം കാണപ്പെട്ടു. അവിടെ 2 കാവൽക്കാരുമുണ്ടായിരുന്നു. ഗേറ്റ് തുറക്കപ്പെട്ടു. തടവുകാരും അക്രമികളും വലിയൊരു ലിഫ്റ്റിനു മുന്നിൽ ചെന്നു നിന്നു. ഗാർഡുകളുടെ യൂണിഫോം ധരിച്ച അക്രമികൾ സംഘത്തെ 10 പകുത്തു. എന്നിട്ട് ഓരോ സംഘത്തെ വീതം ലിഫ്റ്റിൽ കയറ്റി താഴേക്ക് കൊണ്ടുപോയി. എല്ലായിടത്തും ഇലക്ട്രിക് വിളക്കുകൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ഒരു ഭൂഗർഭ താവളത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണെന്ന് തടവുകാർക്ക് മനസ്സിലായി. 7ാമത്തെ സംഘത്തിലായിരുന്നു അലീനയും റോമലും. ഗാരി അങ്കിൾ 9ാമത്തെ സംഘത്തിൽപ്പെട്ടു പോയതുകൊണ്ട് അവരോടൊപ്പം പോകാൻ കഴിഞ്ഞില്ല. ലിഫ്റ്റ് താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇതിനൊരവസാനമില്ലെന്ന് അലീനയ്ക്ക് തോന്നി. അത്യഗാധമായ ഗർത്തത്തിലേക്കെന്നവണ്ണം അത് താണു പോവുകയാണ്. ഒടുവിൽ ലിഫ്റ്റ് നിന്നു. വാതിൽ തുറക്കപ്പെട്ടു. എല്ലാവരും ഇറങ്ങി. അലീന ചുറ്റും നോക്കി. ഒരു വലിയ തുറമുഖത്ത് ചെന്ന് ചേർന്നിരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. വലിയൊരു ഭൂഗർഭ തടാകം. അവിടെ കൂറ്റൻ ചരക്ക് കപ്പലുകൾ, പടക്കപ്പലുകൾ, ടാങ്കറുകൾ, അന്തർവാഹിനികൾ, ഗൺ ബോട്ടുകൾ, തോണികൾ എന്നിവ.
ജലപ്പരപ്പിൽ നിന്നും ഉയർന്ന അതിവിശാലമായ പ്ലാറ്റ്ഫോം. അവിടെ കൊണ്ടുപിടിച്ച പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് പണിയെടുക്കുന്നു. ചിലർ കപ്പലിൽ ചരക്ക് കയറ്റുന്നു, ചിലർ ചരക്കിറക്കുന്നു. വലിയ ട്രോളികളിൽ സാധനങ്ങൾ തള്ളിക്കൊണ്ടു പോകുന്നു. ഡോക്കിൽ കേടുവന്ന കപ്പലുകളുടെയും മറ്റും റിപ്പയറിംഗ് നടക്കുന്നു. വളരെ ഉയരമുള്ള പ്ലാറ്റ്ഫോമിനപ്പുറം അനേകം ബഹുനില കെട്ടിടങ്ങൾ. വലിയൊരു ട്രോളി ലിഫ്റ്റിനരികിൽ നിന്നു. ഏഴാമത് വന്ന സംഘത്തെ കയറ്റി. ആർച്ച് പോലെ കാണപ്പെട്ട ഇരുമ്പ് പാളങ്ങളിലൂടെ ട്രോളി നീങ്ങി. അലീനയ്ക്ക് മുൻപ് വന്ന 6 സംഘങ്ങളെയും കാണാനുണ്ടായിരുന്നില്ല. 1 കിലോമീറ്റർ ദൂരം ട്രോളിയിലൂടെ തന്നെ സഞ്ചരിച്ചു. നെടുകയും കുറുകയുമുള്ള പാളങ്ങളിലൂടെ ട്രോളിയും മറ്റും കടന്നു പോകുന്നത് കാണാമായിരുന്നു. കുറെ ചെന്നപ്പോൾ റോഡുകളും വാഹനങ്ങളും കാണപ്പെട്ടു. കാറുകളും ജീപ്പുകളും ട്രക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. ഒരു വലിയ കെട്ടിടത്തിനു മുൻപിൽ കൊണ്ടുചെന്നിട്ട് അലീനയെയും സംഘത്തെയും ട്രോളിയിൽ നിന്നിറക്കി. ഒരു ലിഫ്റ്റിൽ കയറി അവർ മുകളിലത്തെ നിലകളിലേക്ക് പോയി. ലിഫ്റ്റ് നിന്നു. സംഘാംഗങ്ങളെ പുറത്തിറക്കി ഗാർഡുകൾ അവരെ ധാരാളം കണ്ണാടി മുറികളുള്ള ടോയ്ലറ്റിലേക്ക് നയിച്ചു. ഓരോരുത്തർക്കും വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാൻ ഉത്തരവ് നൽകി. മടി കാണിച്ചവരുടെ വസ്ത്രങ്ങൾ നിർബന്ധപൂർവം അഴിച്ചുമാറ്റി. എന്നിട്ട് ഓരോരുത്തരെ വീതം കണ്ണാടി മുറികൾക്ക് സമാന്തരമായി പോകുന്ന കൺവെയറിലേക്ക് കടത്തിവിട്ടു. കൺവെയർ മെല്ലെ നീങ്ങിക്കൊണ്ടിരുന്നു. ആദ്യം തണുത്ത വെള്ളം അവരുടെ ദേഹത്തേക്ക് പമ്പ് ചെയ്യപ്പെട്ടു. പിന്നെ ഇളം ചൂടുള്ള സോപ്പ് വെള്ളം പതഞ്ഞു വീഴുന്ന ഷവറിന് കീഴിലൂടെ കൺവെയർ അവരെയും കൊണ്ട് കടന്നുപോയി. അതിനുശേഷം ചൂടുള്ള ശുദ്ധജലത്തിലൂടെ. ഏറ്റവും ഒടുവിൽ ചൂട് നീരാവി നിറഞ്ഞ ഒരു മുറിയിലൂടെയും അവർ കിടന്നു. ഏറ്റവും അവസാനത്തെ മുറിയിൽ കൺവെയർ അവരെ ഇറക്കി. ചുവപ്പ് വസ്ത്രങ്ങളുമായി ഗാർഡുകൾ അവരെ കാത്തുനിന്നിരുന്നു. എല്ലാവർക്കും ഒരേമാതിരി വസ്ത്രങ്ങൾ വിതരണം ചെയ്യപ്പെട്ടു. അത് ധരിച്ചു കഴിഞ്ഞ ഉടൻ ഗാർഡുകൾ അവരെ ക്ലിനിക്കിലേക്ക് നയിച്ചു. അവിടെ വെച്ച് ഡോക്ടർമാർ ഓരോരുത്തരെയും വിശദമായി പരിശോധിച്ചു. രക്തത്തിൻ്റെ ഗ്രൂപ്പ് നിർണയിച്ചു. എല്ലാവർക്കും ഓരോ ഇഞ്ചക്ഷനേകി. അടുത്ത നീക്കം സ്റ്റുഡിയോയിലേക്ക്. ആദ്യം എക്സ്റേ ഫോട്ടോകൾ, പിന്നെ മുഖം മാത്രമായും ശരീരം മുഴുവനുമായുള്ള ഫോട്ടോകൾ. അത് കഴിഞ്ഞ ഉടൻ ലാബിലേക്കും. അവിടെ വെച്ച് എല്ലാവരുടെയും വിരലടയാളങ്ങളെടുത്തു. ശരീരത്തിലെ മായാത്ത അടയാളങ്ങൾ മാർക്ക് ചെയ്യപ്പെട്ടു. അലീന യാത്രയിലുടനീളം ഗാരി അങ്കിളിനെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ തനിക്ക് മുമ്പ് പോന്ന സംഘത്തെയോ അങ്കിളിനെയോ അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഗാർഡുകൾ അലീന ഉൾപ്പെടുന്ന സംഘത്തെ മറ്റൊരു ലിഫ്റ്റിൽ കയറ്റി മുകളിലേക്ക് കൊണ്ടുപോയി. വലിയൊരു കോറിഡോറിന് മുൻപിൽ ലിഫ്റ്റിന്റെ ചലനം നിലച്ചു. അന്തമില്ലെന്ന് തോന്നും വിധം തലങ്ങും വിലങ്ങും നീണ്ടുപോകുന്ന കോറിഡോറുകളിലൂടെ ഗാർഡുകൾ അവരെ നയിച്ചു. ഒടുവിൽ അവർ ഒരു ഹാളിലെത്തി. അവിടെ നിന്ന് ഗാർഡുകൾ ഓരോരുത്തരെ വീതം പുറത്തേക്ക് കൊണ്ടുപോയി. അലീന ഗാർഡിന് പിറകെ നടന്നു. ഗാർഡ് ഒരു വാതിലിന് മുൻപിൽ നിന്നിട്ട് താക്കോലെടുത്ത് വാതിൽ തുറന്നു. അലീനയെ അകത്തേക്ക് കയറ്റി. ഉടൻ വാതിലടയ്ക്കുകയും ചെയ്തു. അലീന മുറിക്കുൾവശം ഒന്ന് ഓടിച്ചു നോക്കി. ചെറിയ മുറി. എങ്കിലും കിടക്ക, അലമാര, മേശ, കസേര, ടീപ്പോയ് എന്നിവയെല്ലാം യഥാസ്ഥാനത്ത് ഭംഗിയായി സ്ഥാപിച്ചിരിക്കുന്നു. അലമാരയോട് ചേർന്ന് ഒരു വാതിൽ കാണപ്പെട്ടു. അത് അവൾ തുറന്നു നോക്കി. ടോയ്ലറ്റ്. അവൾ തിരിച്ചു ചെന്ന് പുറത്തേക്കുള്ള വാതിൽ തുറക്കാൻ ശ്രമിച്ചു. അത് വിഫലമായി. അവൾ കിടക്കയിൽ വന്നിരുന്നു. അപ്പോഴാണ് ചുവരിൽ നിന്നുള്ളിലേക്കുള്ള ഒരു ചതുരത്തിൽ ടെലിവിഷൻ സെറ്റ് ഇരിക്കുന്നത് കണ്ടത്. അവൾ എഴുന്നേറ്റ് ചെന്ന് അത് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ടിവിയോട് അനുബന്ധിച്ചുള്ള സ്പീക്കറിലൂടെ ഒരു മുന്നറിയിപ്പ് കേട്ടു. മുറിയിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ തുടരുത്. അലീന പെട്ടെന്ന് പിന്നോട്ട് മാറി. ടിവി ഉടൻ തനിയെ പ്രവർത്തനം ആരംഭിച്ചു. ചുവന്ന യൂണിഫോമും തൊപ്പിയും ധരിച്ച ഒരാൾ രൂപം സ്ക്രീനിൽ പ്രത്യക്ഷമായി. അയാൾ സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ തടവിലാണ്. നിങ്ങൾ സഞ്ചരിച്ച വിമാനം തട്ടിക്കൊണ്ടുവന്ന് നിങ്ങളെ ഇവിടെ തടവുകാരാക്കിയതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്തെന്ന് ഞങ്ങൾ ചുരുക്കി പറയാൻ ഉദ്ദേശിക്കുന്നു. INS എന്ന പേരിൽ അറിയപ്പെടുന്ന അന്താരാഷ്ട്ര ചാരസംഘത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് നിങ്ങളിപ്പോൾ. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ സ്വതന്ത്രമായി ചാരപ്രവർത്തനം നടത്തി രഹസ്യരേഖകൾ സമ്പാദിച്ച് ശത്രുരാജ്യങ്ങൾക്ക് മറ്റും വിൽക്കുക. രാജ്യങ്ങളിൽ ലഹളകളും കലാപങ്ങളും ഉണ്ടാക്കി ആയുധക്കച്ചവടത്തിന് വിപണി സൃഷ്ടിക്കുക. സ്വർണവും മയക്കുമരുന്നുകളും കള്ളക്കടത്ത് നടത്തുക. വൻതുക പ്രതിഫലം വാങ്ങി ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക. രാജ്യതന്ത്രജ്ഞന്മാരെയും കോടീശ്വരന്മാരെയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുവന്ന് വൻതുകകൾ മോചനദ്രവ്യമായി വാങ്ങുക മുതലായവയാണ് മുഖ്യമായും INSലെ ജോലികൾ. ഞങ്ങളുടെ സംരംഭങ്ങളിൽ നിങ്ങൾക്കും ഭാഗമാകേണ്ടി വരും എന്നതിനാലാണ് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ അറിയിക്കുന്നത്. നിങ്ങളുടെ വിമാനത്തിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് മന്ത്രിമാരെയും പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും പിടികൂടി അവരിൽ നിന്നും ചില രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുക്കുക എന്നതായിരുന്നു
വിമാനം ഹൈജാക്ക് ചെയ്തതിൻ്റെ പിന്നിലെ പ്രധാന ഉദ്ദേശം. ഇനി മറ്റൊന്നറിയിക്കാനുള്ളത് ആർട്ടിക് സർക്കിളിലെ ഒരജ്ഞാത ദ്വീപിലാണ് ഈ രഹസ്യതാവളം എന്നതാണ്. ഇവിടെ നിന്നൊരിക്കലും ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതിനർത്ഥം നിങ്ങളുടെ മരണം വരെയും നിങ്ങൾ ഈ രഹസ്യതാവളത്തിൽ കഴിയേണ്ടി വരുമെന്നാണ്. അതിനായി എല്ലാവരും മാനസികമായും ശാരീരികമായും തയ്യാറെടുക്കുക. ഇതിനു മുമ്പ് നിങ്ങൾ ജീവിച്ചിരുന്ന ലോകത്തെ പാടെ മറന്നുകളയുക. ആ ലോകം ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണവും വസ്ത്രങ്ങളും ഞങ്ങൾ നൽകുന്നതായിരിക്കും. നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടുവാനുള്ള സൗകര്യം ഈ ക്യാമ്പിലുണ്ട്. ഈ താവളത്തിൽ രാത്രിയെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസമുണ്ടായിരിക്കുകയില്ല. ദിവസത്തെ ജോലി സമയം, ഭക്ഷണത്തിനുള്ള സമയം, വിനോദത്തിനുള്ള സമയം, വിശ്രമത്തിനുള്ള സമയം എന്നിങ്ങനെ 4 വിഭജിച്ചിരിക്കുകയാണ്. ഇവിടെ കാലം മണിക്കൂറുകൾ കൊണ്ട് മാത്രമേ അളക്കപ്പെടുകയുള്ളൂ. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. കമന്റേറ്റർ ഒരു നിമിഷത്തേക്ക് നിർത്തി പിന്നെ തുടർന്നു. ഇവിടെ ഉത്തരവുകൾ അനുസരിക്കുക മാത്രമായിരിക്കും നിങ്ങളുടെ ചുമതല. ആരോടും ചോദ്യങ്ങളോ സംശയങ്ങളോ പാടുള്ളതല്ല. രഹസ്യമായോ പരസ്യമായോ സംഭാഷണം നടത്തുന്നവർക്കെതിരെ കർശനമായ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. എല്ലായ്പ്പോഴും നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് മറക്കാതിരിക്കുക. ഇപ്പോൾ എല്ലാവരും വിശ്രമിക്കുക. TV സെറ്റിൻ്റെ പ്രവർത്തനം താനെ നിലച്ചു. ഷോർട്ട് സർക്യൂട്ട് TV-യാണ് ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നതെന്ന് അലീനയ്ക്ക് മനസ്സിലായി. മാത്രമല്ല, മുറിയിലെവിടെയോ ക്യാമറയുടെ കണ്ണുകൾ സദാസമയവും തങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവൾക്ക് ബോധ്യമായി. ഇനിയൊരിക്കലും പുറംലോകം കാണുകയില്ല. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സ്നേഹിതരെയും തൻ്റെ പ്രിയപ്പെട്ട പൂച്ചക്കുട്ടി ടിറ്റിയെയും കാണുകയില്ല. മരണം വരെ ഈ താവളത്തിനുള്ളിൽ. അലീന ഭയചകിതയായി. വിങ്ങിക്കരയാനുള്ള വെമ്പൽ. അവൾ കണ്ണീർ തുടച്ചുകൊണ്ട് കിടക്കയിൽ കമിഴ്ന്നു കിടന്നു. ഗാരി അങ്കിളിനെയും റോമലിനെയും ഓർത്തു. അവരെയെങ്കിലും തനിക്കിനിയും കാണാൻ കഴിയുമെന്ന് അവൾ ആശ്വസിച്ചു. അവൾ തളർന്നു കിടന്നു ഉറങ്ങി. ബ്യൂഗിളിൻ്റേതുപോലുള്ള ഒരു അലാം കേട്ടുകൊണ്ടാണ് അവൾ ഉണർന്നത്. TV സ്ക്രീനിൽ ഒരു പുരുഷനും സ്ത്രീയും അവളുടെ നേർക്ക് നോക്കിയിരിപ്പുണ്ടായിരുന്നു. വിശ്രമ സമയം കഴിഞ്ഞു. ഇനി ഭക്ഷണ സമയമാണ്. അധ്യായം 4. അലീന സാവധാനം ഗാരി അങ്കിളിൻ്റെ സമീപത്തേക്ക് ചെന്നു. അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. ഗാരി അങ്കിൾ അവളുടെ കവിളിൽ തലോടി. എന്നിട്ട് ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്നു. അലീന അയാളുടെ അരികിൽ സ്ഥാനം പിടിച്ചു. അലീനയുടെ അരികിൽ റോമലും. റോമൽ അവളുടെ കൈത്തലം പിടിച്ചമർത്തി. ആരും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. സംസാരിക്കരുതെന്ന് കർശനമായി വിലക്കിയിട്ടുണ്ട്. ആംഗ്യഭാഷയിൽ അവർ പരസ്പരം ക്ഷേമാന്വേഷണം നടത്തി. ഭക്ഷണം കഴിഞ്ഞയുടൻ എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് തിരിച്ചുപോയി. തടവുകാർക്കെല്ലാം വളരെ സന്തോഷമായിരുന്നു. മെസ്സിൽ വെച്ച് ഇനിയും കണ്ടുമുട്ടാൻ കഴിയുമല്ലോ. അലീന മുറിയിൽ ചെന്ന ശേഷം അടുത്ത ഭക്ഷണ സമയവും കാത്ത് ഇരിപ്പായി. എന്നിട്ട് വേണം ഗാരി അങ്കിളിനെയും റോമലിനെയും വീണ്ടും കാണാൻ. കുറെ കഴിഞ്ഞപ്പോൾ TV സ്ക്രീനിൽ ഒരു ചുവപ്പ് വേഷധാരി പ്രത്യക്ഷനായി. അയാളുടെ മുഴക്കമുള്ള ശബ്ദം കേട്ടു. 8 മണിക്കൂറിന് ശേഷം ജോലി ആരംഭിക്കുകയാണ്. ജോലി തുടങ്ങുന്നതിന് മുൻപ് അതിനുള്ള യൂണിഫോം ഗാർഡ് നിന്റെ മുറിയിലെത്തിക്കും. ആവശ്യമില്ലാതെ മുറിക്ക് പുറത്തിറങ്ങുകയോ ആരെയും മുറിയിൽ വിളിച്ചു കയറ്റുകയോ ചെയ്യരുത്. സ്ക്രീനിൽ പ്രകാശം നിലച്ചു. 6 മണിക്കൂറിന് ശേഷം അടുത്ത ഭക്ഷണ സമയത്തെക്കുറിച്ചുള്ള അറിയിപ്പുണ്ടായി. അലീന ഉത്സാഹത്തോടെ മെസ്സിലേക്ക് പോയി. ഇത്തവണയും ഗാരി അങ്കിളിനെയും റോമലിനെയും കണ്ടു. ഭക്ഷണത്തിന് ശേഷം അവൾ മടങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു ഗാർഡ് വെള്ള വസ്ത്രങ്ങളുമായി എത്തി. അത് അവളെ ഏൽപ്പിച്ച ശേഷം ഗാർഡ് അവളുടെ ചുവപ്പ് വസ്ത്രങ്ങളുമായി മടങ്ങിപ്പോയി. 3 ജോഡി വെള്ള വസ്ത്രങ്ങളുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ മറ്റൊരു ഗാർഡ് വന്ന് ജോലിസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭൂമിക്കടിയിലുള്ള അതിവിശാലമായ ഗ്രൗണ്ട്. എല്ലാത്തരം കളികൾക്കും അവിടെ സൗകര്യമുണ്ട്. പ്ലേ ഗ്രൗണ്ടിലായിരുന്നു അലീനയ്ക്ക് ജോലി. കളിസ്ഥലങ്ങൾ വൃത്തിയാക്കുക, കേടുവന്ന കളിസാധനങ്ങൾ റിപ്പയറിംഗ് റൂമിലെത്തിക്കുക, കളികൾ അവസാനിക്കുമ്പോൾ പന്തുകൾ, ബാറ്റുകൾ, ഷൂസുകൾ, പാഡുകൾ, നെറ്റുകൾ മുതലായവ അടുക്കി വയ്ക്കുക, ആവശ്യമുള്ളപ്പോൾ അവ തുടച്ചോ കഴുകിയോ പോളിഷ് ചെയ്തോ വൃത്തിയാക്കുക മുതലായവയാണ് അവളുടെ ജോലി. ജോലിസ്ഥലത്ത് വെച്ച് അലീനയും ഗാരി അങ്കിളും തമ്മിൽ കണ്ടുമുട്ടി. അയാൾക്കും ഇതേ ജോലി തന്നെ. അവരെ കൂടാതെ വേറെ 2 പേർ കൂടി ഈ പണിക്കുണ്ട്. വെള്ള വസ്ത്രമാണ് അവരും ധരിച്ചിരുന്നത്. പുതിയ ജോലിക്കാരെ അവർ അനുകമ്പയോടെ നോക്കി. 17-18 വയസ്സ് മാത്രം തോന്നിക്കുന്ന 2 കൗമാരപ്രായക്കാരായിരുന്നു അവർ. അവിടെയും പരസ്പരം സംസാരിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. ആദ്യ ഷിഫ്റ്റ് ജോലി വളരെ ബുദ്ധിമുട്ടായി അലീനയ്ക്ക് തോന്നി. ഗാർഡ് അവൾക്കും ഗാരി അങ്കിളിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ചാരസംഘത്തിൽപ്പെട്ട പുരുഷന്മാരും സ്ത്രീകളും
അവരുടെ ജോലി സമയം കഴിഞ്ഞ് കളിക്കളത്തിലെത്തും. ഒരു ബാച്ചിന് കളിക്കാൻ 2 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. ഇങ്ങനെ 6 ബാച്ചുകൾ വന്നു പോകുമ്പോഴേക്കും അലീനയുടെയും ഗാരി അങ്കിളിൻ്റെയും ജോലി തീരും. അവർക്ക് പിന്നെ ഉറങ്ങാൻ പോകാം. രാത്രിയെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ആളുകൾ പല ഷിഫ്റ്റുകളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതിനാൽ ജോലിസ്ഥലവും കളിസ്ഥലവും എപ്പോഴും സജീവമായിരുന്നു. 2 ഷിഫ്റ്റുകൾ കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ഒരു കൂട്ടുകാരിയെ കിട്ടി. വെളുത്ത വേഷം ധരിച്ച ഒരു 18കാരി. വിവിധ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചായയോ മറ്റു ലഘുപാനീയങ്ങളോ വിതരണം ചെയ്യുന്ന ജോലിയായിരുന്നു അവൾക്ക്. റോമലിനെ എവിടെയാണ് ജോലിക്ക് നിയോഗിച്ചിരിക്കുന്നതെന്ന് അലീനയ്ക്ക് മനസ്സിലായില്ല. അവൾ അവനെ കുറെ തെരഞ്ഞുവെങ്കിലും അതെല്ലാം നിഷ്ഫലമായി. ഒരിക്കൽ അവിചാരിതമായി അലീന റോമലിനെ മെസ് ഹാളിൽ വെച്ചു കണ്ടു. പക്ഷേ സംസാരിക്കാൻ അവസരമുണ്ടായില്ല. അവൻ ആരും കാണാതെ അവളെ ഒരു കുറിപ്പ് കാണിച്ചു. ഞാനിവിടെ നിന്നും രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുകയാണ്. അലീന അന്താളിച്ചുപോയി. ഇവിടെ നിന്ന് രക്ഷപ്പെടുകയോ? അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഭയം. എങ്ങനെ രക്ഷപ്പെടാൻ? എവിടേക്ക് രക്ഷപ്പെടാൻ? റോമലിൻ്റെ തലയ്ക്ക് എന്തോ പറ്റിയെന്നാണ് അവൾക്ക് തോന്നിയത്. അന്നും വിശ്രമസമയം മുഴുവൻ അവൾ അതേക്കുറിച്ച് തന്നെ ആലോചിച്ചു. ചുറ്റോടു ചുറ്റും മഞ്ഞുമലകൾ നിറഞ്ഞ ഈ സ്ഥലത്തു നിന്നും ആഹാരവും വെള്ളവുമില്ലാതെ ആരുടെയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാൻ ആർക്കാണ് കഴിയുക? ആയിരക്കണക്കിന് മൈൽ ചുറ്റളവിൽ ജനവാസ കേന്ദ്രങ്ങളില്ല. എമ്പാടും കടലും മഞ്ഞുമലകളും മാത്രം. നടന്നോ ഓടിയോ രക്ഷപ്പെടാമെന്ന വ്യാമോഹം വേണ്ട. കടലിലൂടെ രക്ഷപ്പെടണമെങ്കിൽ ഒരു ബോട്ട് കൂടിയേ കഴിയൂ. ബോട്ടുണ്ടായാലും കടൽ തീരത്ത് എത്തി അതിൽ കയറണമെങ്കിൽ വളരെ ദൂരം മഞ്ഞിലൂടെ സഞ്ചരിക്കണം. അതുമല്ലെങ്കിൽ ഈ കൊള്ളത്താവളത്തിൽ നിന്നും ഒരു വിമാനം തട്ടിയെടുത്ത് രക്ഷപ്പെടണം. വിമാനം തട്ടിയെടുക്കുക സാധ്യമേ അല്ല. കാരണം അത്ര ബലവത്തും ജാഗ്രതയും സൂക്ഷ്മതയുമാണ് ഇവിടുത്തെ കാവൽക്കാർക്ക്. മാത്രമല്ല ഓരോ സ്ഥലത്തും എന്തു നടക്കുന്നുവെന്നും ചാരസംഘടനയുടെ നേതാക്കൾ TV ക്യാമറയിലൂടെ കാണുന്നുമുണ്ട്. ഇനി ഒരു വിമാനം തട്ടിയെടുത്തു എന്നിരിക്കട്ടെ, അത് പറപ്പിക്കാൻ ആർക്കറിയാം? എല്ലാം റോമലിൻ്റെ വിഡിത്തമാണ്, വെറും വിഡിത്തം. അലീന അത് പുച്ഛിച്ചു തള്ളി. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. അവിടുത്തെ ദിനചര്യകളുമായി ഗാരി അങ്കിളും അലീനയും നന്നേ പൊരുത്തപ്പെട്ടു. ജോലി വിഷമമില്ലാത്തതായി. ജോലിയിൽ എന്തെങ്കിലും അശ്രദ്ധ കാണിച്ചാൽ ശാസിക്കാനും ശിക്ഷിക്കാനും ഗാർഡുകളുണ്ട്. കളിക്കാർ തന്നെ ചിലപ്പോൾ നേരിട്ട് ശാസിക്കുമായിരുന്നു. വിമാനങ്ങൾ വന്നിറങ്ങാറുള്ള റൺവേക്കടുത്താണ് സ്കീയിങ് പരിശീലന കേന്ദ്രം. രഹസ്യ കേന്ദ്രത്തിൽ നിന്നും ഒരു കരിങ്കൽ തുരങ്കം വഴിയാണ് ഈ പരിശീലന കേന്ദ്രത്തിലേക്ക് പോവുക. തുരങ്കത്തിനും ഇരുമ്പഴികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഗേറ്റുണ്ട്. സ്കീയിങ്ങിനുള്ള ഉപകരണങ്ങൾ അവിടെ ചുമന്നെത്തിക്കേണ്ട ചുമതലയും തിരിച്ചു കൊണ്ടുവരേണ്ട ചുമതലയും ഗാരി അങ്കിളിനും അലീനയും ഉൾപ്പെടെ 4 പേർക്കാണ്. വെള്ള യൂണിഫോം ഇട്ട യുവതി ലഘുപാനീയങ്ങൾ നിറച്ച ഫ്ലാസ്കുകൾ ചുമന്നുകൊണ്ട് അവരോടൊപ്പമുണ്ടാകും. സ്കീയിങ് പരിശീലന കേന്ദ്രത്തിലേക്ക് ആദ്യം പോയപ്പോൾ തന്നെ അലീന റോമലിനെ കണ്ടു. അവനെയും അവിടേക്ക് നിയോഗിച്ചിരിക്കുകയാണ്. എനിക്കിവിടെ തന്നെയാണ് ആദ്യം മുതൽ ജോലി, റോമൽ അലീനയോടും ഗാരി അങ്കിളിനോടുമായി പറഞ്ഞു. അലീന ചുണ്ടത്ത് വിരലമർത്തി കാണിച്ചു. ഇവിടെ നമുക്ക് സ്വരം താഴ്ത്തി സംസാരിക്കാം. ഗാർഡുകൾ കാണരുതെന്ന് മാത്രം. ഗാർഡുകളും കളിക്കാരും കുറെ മുൻപിലായിരുന്നു. അലീന തൻ്റെ പുറകിൽ ഫ്ലാസ്കുകളും ചുമന്നു വരുന്ന യുവതിയോട് സംസാരിക്കാൻ ശ്രമിച്ചു. അലീന സ്വയം പരിചയപ്പെടുത്തി. പിന്നെ റോമലിനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എൻ്റെ പേര് ബോണ. നാട് അലീനയുടേത് തന്നെ, ഇംഗ്ലണ്ട്. ശരിക്കു പറഞ്ഞാൽ ലിവർപൂൾ. ഞാനിവിടെ തടവുകാരിയാണ്. തടവുകാർക്ക് മാത്രമേ ഇവിടെ യൂണിഫോമുള്ളൂ, ബോണ പറഞ്ഞു. മറ്റാരും കേൾക്കാതിരിക്കാൻ അവൾ തീരെ ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത്. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കുന്നുമുണ്ടായിരുന്നു. അലീന താനും റോമലും ഗാരി അങ്കിളും ഇവിടെ വന്നു ചേരാനുണ്ടായ സാഹചര്യം ചുരുക്കിപ്പറഞ്ഞു. ബോണ അലീനയോടും റോമലിനോടും തന്നെക്കുറിച്ചും പറഞ്ഞു. കോടീശ്വര പുത്രിയാണ് മിസ് ബോണ. ഒരിക്കൽ ലിവർപൂളിലൂടെ തെരുവിലൂടെ രാത്രിയിൽ കാറിൽ പോകുമ്പോൾ കുറെ പേർ കാറ് തടഞ്ഞു നിർത്തി ബോണയെ പിടികൂടി. മയക്കുമരുന്ന് മണപ്പിച്ച് അവളുടെ ബോധം കെടുത്തി. ബോധം തെളിഞ്ഞപ്പോൾ അവൾ ഈ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു. ബോണയുടെ പിതാവ് 2 കോടി പവൻ മോചനദ്രവ്യം നൽകിയാൽ മാത്രമേ ബോണയെ വിട്ടയക്കൂ എന്നറിയിച്ചിട്ട് അവളെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. 3 മാസത്തോളമായി അവളെ ഇവിടെ എത്തിച്ചിട്ട്. ഹെലികോപ്റ്ററിലാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇവർക്ക് കപ്പലുകളും വിമാനങ്ങളുമുണ്ട്, ബോണ തുടർന്നു. എൻ്റെ പിതാവ് ഇവർക്ക് പണം കൊടുത്തോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്നെ മോചിപ്പിക്കാൻ ഇവർ കൂട്ടാക്കുന്നില്ല, ബോണ പറഞ്ഞു നിർത്തി. അവർ സ്കീയിങ് നടക്കുന്ന സ്ഥലത്തെത്തി. കളിക്കാർ ഒട്ടും സമയം പാഴാക്കാതെ സ്കീയിങ് സ്യൂട്ട് അണിഞ്ഞ് പരിശീലനം ആരംഭിച്ചു. മഞ്ഞിന് മീതെ കൂടി തെന്നി അവർ താഴേക്ക് പോകുന്നു.
അതേ വേഗത അവരെ അടുത്ത മലമുകളിലെത്തിക്കുന്നു. മഞ്ഞു മൂടിയ അനേകമനേകം ചെറിയ മലമടക്കുകളിലൂടെ അവർ വീണ്ടും തെന്നിപ്പായുന്നു. ചുവന്ന പൊട്ടുകൾ ഓരോ ദിക്കുകളിലും മിന്നുകയും മറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ജീവിതകാലം മുഴുവൻ ഇവിടെ തടവുകാരനായി കഴിയാൻ എനിക്ക് സാധ്യമല്ല. ഞാനിവിടെ നിന്നും രക്ഷപ്പെടും, റോമൽ ശബ്ദമടക്കി പറഞ്ഞു. ബോണ അവനെ സൂക്ഷിച്ചു നോക്കി. എങ്ങനെയെങ്കിലും. ബോണയ്ക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമില്ലേ? ആഗ്രഹിച്ചിട്ട് എന്തു ഫലം? രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ലേ? ചിന്തിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ബോണ പേടിയോടെ പുറകിലേക്ക് നോക്കി. അധ്യായം 5. ചുറ്റുപാടും നോക്കിയിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ബോണ പറഞ്ഞു, എനിക്കൊരു ആശയമുണ്ട്. എന്താണത്? റോമലിനും ഉത്സാഹമായി. ഒരു ബോട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. അതിന് ബോട്ടെവിടെ? ബോട്ടിലോ വിമാനത്തിലോ രക്ഷപ്പെടാൻ കഴിയുമെന്ന് എനിക്കുമറിയാം. പക്ഷേ അത് നടക്കുകയില്ലല്ലോ. മിസ് ബോണ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കൂ. ഒരു ബോട്ടോ വിമാനമോ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകാമെന്ന വല്ല വിചാരവുമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. ഒരു ബോട്ട് കിട്ടിയാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. ഒരു ബോട്ടുണ്ടെങ്കിൽ തന്നെ ഇതെങ്ങനെ പ്രായോഗികമാകും? അലീന ചോദിച്ചു. ഗാർഡുകളുടെ കണ്ണു വെട്ടിച്ച് പുറത്തു കടക്കുക അസാധ്യം. പുറത്തു കടന്നാൽ തന്നെ കടൽക്കരയിൽ ചെന്നെത്തുക അതിനേക്കാൾ അസാധ്യം. മഞ്ഞിലൂടെ നടന്നും ഓടിയുമാണ് യാത്രയെങ്കിൽ പോലും ഒരു രാത്രിയുടെ നീളം പോരാ കടൽക്കരയിലെത്താൻ. അതിനെത്രയോ മുൻപ് തന്നെ ഗാർഡുകൾ വിവരമറിഞ്ഞ് തെരച്ചിൽ ആരംഭിച്ചിരിക്കും. വിമാനങ്ങളും വേഗത കൂടിയ ഗൺ ബോട്ടുകളും മറ്റും അവർക്കുള്ളപ്പോൾ ഒരു സൂപ്പർസോണിക് വിമാനത്തിലല്ലാതെ രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. കൂടാതെ ആയിരക്കണക്കിന് മൈൽ ദൂരം ബോട്ടിൽ സഞ്ചരിക്കുന്നത് എത്രയോ സാഹസികമാണ്. അതും സദാ കൂറ്റൻ മഞ്ഞുകട്ടകൾ ഒഴുകി നടക്കുന്ന ആർട്ടിക് സമുദ്രത്തിലൂടെ. മാസങ്ങൾ കൊണ്ടേ ഒരു ജനവാസ കേന്ദ്രം കണ്ടുപിടിക്കാനൊക്കൂ. അതുവരെ വേണ്ടുന്ന ഇന്ധനം, ഭക്ഷണം എല്ലാം കരുതി വയ്ക്കാനുള്ള സൗകര്യം നമുക്കുണ്ടോ? രോഗം വന്നാൽ ചികിത്സിക്കാനും ബോട്ടിന് തകരാറ് പറ്റിയാൽ റിപ്പയർ ചെയ്യാനുമുള്ള സൗകര്യമുണ്ടോ? ഏത് ദിക്കിലേക്കാണ് സഞ്ചരിക്കേണ്ടതെന്നും നമുക്കറിയാമോ? വ്യക്തമായ ഒരു ലക്ഷ്യം പോലുമില്ല. നമുക്കെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണമുണ്ടായാൽ ചെറുത്തു നിൽക്കാനും പ്രത്യാക്രമണം നടത്താനും ആയുധങ്ങളില്ല. ഇതൊന്നുമില്ലാതെ ഒരു ബോട്ട് കിട്ടിയാൽ കയറിപ്പോയിക്കളയാമെന്ന് വിചാരിക്കുന്നിടത്തോളം വിഡിത്തം വേറെയില്ല. അങ്ങനെ ചാടിപ്പുറപ്പെടുന്നതിനേക്കാൾ ആത്മഹത്യ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അലീന പറഞ്ഞു നിർത്തി. ആ കൊച്ചു പെൺകുട്ടിയുടെ തലയിൽ ഈ വക വീണ്ടുവിചാരങ്ങളെല്ലാം ഉണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല. ആർക്കും അവളെ എതിർത്ത് ഒന്നും പറയാനില്ലായിരുന്നു. അലീന പറഞ്ഞത് വാസ്തവം. രക്ഷപ്പെടലിനെക്കുറിച്ചുള്ള ചിന്തയുടെ ആവേശം മാത്രമേ റോമലിനുണ്ടായിരുന്നുള്ളൂ. ഭവിഷ്യത്തുകളെക്കുറിച്ച് തീരെ ചിന്തിച്ചിരുന്നില്ല. എന്തായാലും ചാടിപ്പോകലിനിടയിൽ മരിച്ചു പോയാലും ശരി, മരണം വരെ ഈ തടവറയ്ക്കുള്ളിൽ കഴിയുന്നതിനേക്കാൾ ഭേദമാണത്. റോമലിൻ്റെ സ്വരത്തിൽ നിരാശ കലർന്നിരുന്നു. ഒരു നാൾ വെറുതെ അങ്ങനെ ചാടിപ്പോകുന്നതിനെക്കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത്, ബോണ പറഞ്ഞു. രക്ഷപ്പെടുന്നെങ്കിൽ അതിൻ്റെ എല്ലാ പ്രായോഗിക സാധ്യതകളും ചിന്തിച്ചുറപ്പിച്ച് വേണ്ടത്ര സന്നാഹങ്ങളോടെ വേണം യാത്ര പുറപ്പെടാൻ. അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഗാർഡുകളിൽ ഒരാൾ അവരുടെ സമീപത്തേക്ക് വരുന്നത് കണ്ട് അവർ പെട്ടെന്ന് സംഭാഷണം നിർത്തി. അന്ന് പിന്നെ സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല. അവരോടൊപ്പം ജോലി ചെയ്യുന്ന 2 യുവാക്കൾ മാറിയിരുന്ന് ഈ സംഭാഷണമെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബോണയേക്കാൾ മുൻപേ തടവുകാരായി എത്തിയവരാണവർ. അടുത്ത തവണ സ്കീയിങ് വിനോദകേന്ദ്രത്തിൽ ജോലിയെടുക്കേണ്ടി വന്നപ്പോൾ ഗാരിയങ്കൾ മറ്റു 2 ചെറുപ്പക്കാരുമായി പരിചയപ്പെട്ടു. ഗാരിയങ്കളാണ് സംസാരിക്കാൻ മുൻകൈയെടുത്തത്. ഒരാളുടെ പേര് ബർട്ടൻ, അടുത്തയാൾ വിവിയൻ. 1 വർഷത്തിലധികമായി 2 പേരും ഈ രഹസ്യകേന്ദ്രത്തിൽ തടവുകാരായി എത്തിയിട്ട്. 20 വയസ്സിൽ താഴെ പ്രായമേയുള്ളൂ 2 ആൾക്കും. 2 പേരും വിദ്യാർത്ഥികളായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചാരസംഘടനയുടെ പിടിയിൽപ്പെട്ടത്. അമേരിക്കയാണ് ബർട്ടൻ്റെ നാട്. നല്ല കായബലം, ആരോഗ്യവും ഓജസ്സും നിറഞ്ഞ ശരീരം, തീക്ഷ്ണമായ കണ്ണുകൾ. അവൻ്റെ മുഖം കണ്ടാലറിയാം ആൾ ധീരനും ബുദ്ധിമാനുമാണെന്ന്. അമേരിക്കയിൽ നിന്നാണ് ഭീകരർ അവനെ തട്ടിക്കൊണ്ടുവന്നത്. എന്തിനാണ് അവർ അത് ചെയ്തതെന്നും വ്യക്തമായി അറിഞ്ഞുകൂടാ. FBI-യിലെ ഒരു സീനിയർ ഓഫീസറായ പിതാവിനോട് പകപോക്കാനാണ് തന്നെ തട്ടിയെടുത്തതെന്നാണ് ബർട്ടൻ്റെ വിചാരം. വിവിയൻ നന്നെ മെലിഞ്ഞും ഉയരം കൂടിയിട്ടാണ്. വിളർത്ത ശരീരം. അവൻ്റെ നടത്തവും പ്രവൃത്തിയും സാധാരണയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. വളരെ സാവധാനമേ നടക്കൂ. ജോലി ചെയ്യുന്നതും അതുപോലെ തന്നെ. ശാന്തമായ പ്രകൃതം. ഒരു ബാലികയുടേതുപോലെ നിഷ്കളങ്കമായ നീലക്കണ്ണുകൾ. നടുവൽപ്പം കുനിച്ച് തല താഴ്ത്തിയുള്ള നിൽപ്പ് കണ്ടാൽ രോഗിയും അവശനുമാണെന്നേ തോന്നൂ. എന്നാൽ ആരെയും അതിശയിപ്പിക്കത്തക്ക
കായബലം അവനുണ്ടായിരുന്നു. കാനഡയാണ് വിവിയൻ്റെ നാട്. ഒരു കനേഡിയൻ മന്ത്രിയുടെ ഏകപുത്രൻ. കനേഡിയൻ ഗവൺമെൻറ് തടങ്കലിൽ വച്ചിരിക്കുന്ന ചില ഭീകരപ്രവർത്തകരെ വിട്ടുകിട്ടാൻ വേണ്ടിയാണ് ചാരസംഘം അവനെ തട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചത്. പക്ഷേ ഗവൺമെൻറ് ഭീകരപ്രവർത്തകരെ വിട്ടയച്ചില്ല. ചാരസംഘം വിവിയനെ വിട്ടയക്കാനും കൂട്ടാക്കുന്നില്ല. ഏറെക്കാലം കഴിയുന്നതിന് മുൻപേ അവർ ആരുപേരും ഉറ്റ സ്നേഹിതരായി തീർന്നു. എങ്കിലും ഗാർഡുകളുടെ മുൻപിൽ വെച്ച് അവർ സൗഹൃദം ഭാവിച്ചിരുന്നില്ല. ആഴ്ചയിൽ 2 ദിവസം ആ സുഹൃത്തുക്കൾക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചിരുന്നു. സ്കീയിങ് വിനോദ കേന്ദ്രത്തിൽ ജോലിയുള്ള ആ 2 ദിവസം മാത്രമേ അത് സാധിക്കൂ. സംസാരിക്കാൻ അവസരം കിട്ടിയാൽ ഉടൻ 6 പേരും ചേർന്ന് രക്ഷപ്പെടാനുള്ള ആലോചനയിൽ മുഴുകും. ആ സമയത്ത് മറ്റുള്ളവർ സ്കീയിങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയായിരിക്കും. രക്ഷപ്പെടലിനുള്ള ഗൂഢാലോചന മുന്നേറിക്കൊണ്ടിരുന്നു. എങ്കിലും 50% വിജയസാധ്യതയുള്ള ഒരു പദ്ധതി പോലും ആവിഷ്കരിക്കാനായില്ല. നമ്മളിവിടെ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്, ഒരു കുറ്റവും ചെയ്യാതെ. അതും മരണം വരെയുള്ള കഠിന തടവ്. ഇതിനേക്കാൾ വലിയൊരു നിർഭാഗ്യം വേറെ എന്തുണ്ട്? ഞാനിതിന് തയ്യാറില്ല. ഏതുവിധത്തിലും രക്ഷപ്പെടാൻ ശ്രമിക്കുക. എന്നാൽ വിവിയന് അതിനോട് എതിർപ്പായിരുന്നു. 100% വിജയിക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതിക്ക് മാത്രമേ ഞാൻ കൂട്ടുനിൽക്കൂ. ആത്മഹത്യയ്ക്ക് ഞാനില്ല. ഇവിടെ എന്താണൊരു കുറവ്? നല്ല ഭക്ഷണം, നല്ല പെരുമാറ്റം, നല്ല വിശ്രമം, എല്ലാവിധ സുഖസൗകര്യങ്ങളുമുണ്ട്. പിന്നെ ജോലി ചെയ്യണമെന്ന് മാത്രം. അത് എവിടെയായാലും ചെയ്തേ ഒക്കൂ. കഠിനമായ ജോലിയൊന്നുമല്ലല്ലോ ചെയ്യിക്കുന്നത്. ആകെയുള്ള ഒരേയൊരു കുഴപ്പം, നമുക്ക് പുറത്തുപോയി നമ്മുടെ ബന്ധുക്കളോടൊപ്പം ജീവിക്കാൻ ഒക്കുന്നില്ല എന്നതാണ്. പക്ഷേ അതിനുവേണ്ടി മരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ഗാരി അങ്കിളിൻ്റെയും അഭിപ്രായം അതായിരുന്നു. വെറുതെ ആത്മഹത്യാപരമായ രക്ഷപ്പെടൽ പരിപാടികളൊന്നും ആസൂത്രണം ചെയ്യരുത്. ഒരിക്കൽ ടിവിയിലൂടെ തടവുകാരെ ഒരു ചിത്രം കാണിച്ചു. കണ്ടാൽ സിനിമയെന്നേ തോന്നുകയുള്ളൂ. ഒരു പറ്റം തടവുകാർ രാത്രിയിൽ രക്ഷപ്പെടാനുള്ള ആലോചനകൾ നടത്തുന്നു. അവർ വല്ലവിധേനയും തടവു ചാടി മഞ്ഞുഭൂമിയിലെത്തുന്നു. അവിടെ വെച്ച് അവർ 2 സംഘമായി പിരിഞ്ഞു. ഒരു സംഘം കരയിലൂടെ തന്നെ യാത്രയായി. മഞ്ഞുമലകളിലൂടെ അവർ വളരെ ദൂരം സഞ്ചരിച്ചു. മഞ്ഞുകടി ബാധിച്ച് 2 പേർ അവശരായി. അവർ മഞ്ഞിൽ കിടന്ന് മരവിച്ച് മരിച്ചു. മറ്റു 2 പേർ ഭക്ഷണവും വെള്ളവും കിട്ടാതെ മൃതപ്രായരായി മുന്നോട്ട് നീങ്ങി. ഒടുവിൽ ചാരസംഘത്തിലെ സ്കീയിങ് യൂണിറ്റ് അവരെ തെരഞ്ഞുപിടിച്ചു. ശവശരീരങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിച്ചു. ജീവനുള്ളവരെ രഹസ്യ കേന്ദ്രത്തിൽ കൊണ്ടുവന്നു. തടവുകാരുടെ മറ്റേ സംഘം കടലിലൂടെയാണ് യാത്ര പോയത്. അവരുടെ ബോട്ട് മഞ്ഞുകട്ടയിലിടിച്ച് തകർന്നു. അവർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മഞ്ഞുമലയിൽ അഭയം പ്രാപിച്ചു. ഭക്ഷണവും വെള്ളവും കിട്ടാതെ അവർ നരകിച്ചു. ഒടുവിൽ ഗൺബോട്ടുകളിലും ഹെലികോപ്റ്ററുകളിലുമായി തെരഞ്ഞെത്തി. ഗാർഡുകൾ അവരെ ക്രൂരമായി വെടിവെച്ചു കൊന്നു. നേരത്തെ പിടിക്കപ്പെട്ട സംഘത്തിലെ തടവുകാരെ രഹസ്യകേന്ദ്രത്തിൽ വെച്ച് INS അധികൃതർ വിചാരണ ചെയ്ത ശേഷം ഓരോരുത്തരെയായി വെടിവെച്ചു കൊന്നു. അതോടെ ചിത്രം അവസാനിച്ചു. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന തടവുകാർക്ക് ഒരു മുന്നറിയിപ്പെന്ന നിലയിലാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചത്. അത് കുറിക്കുകൊള്ളുകയും ചെയ്തു. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ തങ്ങളുടെയും അനുഭവം ഇതാണെന്നും റോമലിനും സ്നേഹിതർക്കും ബോധ്യമായി. രക്ഷപ്പെടാനുള്ള പദ്ധതികൾ അവർ തൽക്കാലം ഉപേക്ഷിക്കുകയും ചെയ്തു. തങ്ങളുടെ മനസ്സിലിരിപ്പും ഗൂഢാലോചനകളും ഗാർഡുകൾ അറിഞ്ഞോ എന്നായിരുന്നു ബർട്ടൻ്റെ പേടി. ഏതായാലും അവർക്കെതിരെ നടപടികളൊന്നും ഉണ്ടായില്ല. ഏതാനും ആഴ്ചകൾ കൂടി കടന്നുപോയി. റോമൽ വീണ്ടും രക്ഷപ്പെടാനുള്ള ആലോചനകൾ സജീവമാക്കി. കടൽക്കരയിലെത്തിയാൽ ഏതെങ്കിലും കപ്പൽ കടന്നു പോകുമ്പോഴെങ്കിലും രക്ഷപ്പെടാൻ ഒത്തേക്കും. ബട്ടൻ പറഞ്ഞു. ഒരു കപ്പലും ഇതുവഴി വരില്ല, ബോണ അറിയിച്ചു. ഇതിലെ കപ്പൽ പാതയില്ല. ധാരാളം അപകടങ്ങൾ നിറഞ്ഞ സമുദ്രവിഭാഗമാണ് ദിക്കിലേത്. അവൾ കുറേ നേരം ചിന്താധീനിയായി ഇരുന്നിട്ട് തുടർന്നു. ഞാനൊരു മാർഗം കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ അറിയിക്കാം. എനിക്കത് സാധിക്കുമെന്നാണ് വിശ്വാസം. എനിക്കിവിടെ മോറിസൺ എന്നൊരു സ്നേഹിതനുണ്ട്, ഒരു തടവുകാരൻ, സ്കോട്ട്ലൻഡ് യാർഡിലെ ഒരു രഹസ്യ പോലീസ് ഉദ്യോഗസ്ഥൻ. നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അയാൾ സഹായിച്ചേക്കും. പക്ഷേ അയാളുടെ ഒരു കരാർ അംഗീകരിക്കാനും നടപ്പാക്കാനും നമ്മൾ തയ്യാറാവണം. എന്ത് കരാർ? റോമൽ ആകാംക്ഷയോടെ ചോദിച്ചു. അധ്യായം 6. മോറിസൺ എന്ന സീക്രട്ട് ഏജന്റിനെ കുറിച്ചുള്ള അറിവ് റോമലിനും കൂട്ടുകാർക്കും ഉത്സാഹം പകർന്നു. അദ്ദേഹവുമായി മിസ് ബോണ സംസാരിച്ചിട്ടുണ്ടോ? വിവിയൻ ചോദിച്ചു. ഇല്ല, ബോണ പറഞ്ഞു. എങ്ങനെ സംസാരിക്കും? സംഭാഷണം പിടിച്ചെടുക്കാൻ സെല്ലിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട്. മാത്രമല്ല മോറിസന്റെ സെല്ലിന് മുൻപിൽ 2 ഗാർഡുകൾ കാവലുമുണ്ട്. മോറിസന് ഭക്ഷണം എത്തിക്കുന്ന ജോലി മിക്കപ്പോഴും എൻ്റേതാണ്. ഒരിക്കൽ ഞാൻ ഭക്ഷണവുമായി ചെന്നപ്പോൾ അദ്ദേഹം ആംഗ്യരൂപേണ എന്നോട് കടലാസും പെൻസിലും ആവശ്യപ്പെട്ടു.
എൻ്റെ വേഷത്തിൽ നിന്ന് ഞാനും ഒരു തടവുകാരിയാണെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. റൊട്ടിക്കുള്ളിൽ കടലാസും പെൻസിലും ഒളിപ്പിച്ചു വെച്ചു. ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. ഗാർഡുകൾ അറിഞ്ഞാൽ വെടിവെച്ചു കൊല്ലുന്ന കുറ്റമാണെന്നറിയാമായിരുന്നു. അതിനാൽ അതീവ സൂക്ഷ്മതയോടെയാണ് ഓരോ തവണയും ഞാൻ തുണ്ടുകടലാസുകൾ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തത്. TV ക്യാമറയുടെ കണ്ണുകളിൽ പെടാതെ ഒഴിഞ്ഞു നിന്ന് കുറിപ്പെഴുതാൻ പറ്റിയ ഒരു കോൺ സെല്ലിനുള്ളിൽ അദ്ദേഹം കണ്ടുപിടിച്ചിരുന്നു. ആ കുറിപ്പുകൾ എന്നെ ഏൽപ്പിക്കും. പിന്നീട് ഞങ്ങൾ പരസ്പരം കുറിപ്പുകൾ കൈമാറുക പതിവായി. ഞാൻ എൻ്റെ പേരും വിവരങ്ങളും മറ്റും അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കുറിപ്പുകളിലൂടെയാണ് ഞാനും അറിഞ്ഞത്. അദ്ദേഹം എങ്ങനെ ഇവരുടെ പിടിയിലകപ്പെട്ടു? ബട്ടൺ ചോദിച്ചു. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ ബോണ ചുറ്റുപാട് നോക്കി. INS-നെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട സീക്രട്ട് ഏജന്റാണ് മോറിസൺ എന്ന് ഞാൻ പറഞ്ഞല്ലോ. നോർവീജിയൻ കടലിലെവിടെയോ ബ്രിട്ടീഷ് ആർമിക്ക് ഒരു സൈനിക താവളമുണ്ട്. ആ താവളത്തിൽ നിന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളുമുള്ള ഒരു സ്പീഡ് ബോട്ടിലാണ് അദ്ദേഹം തനിച്ച് INS-ന്റെ താവളം തേടി യാത്രയാരംഭിച്ചത്. സൈനിക താവളവുമായി റേഡിയോ മുഖാന്തരം ബന്ധപ്പെടാനുള്ള സംവിധാനമെല്ലാം ബോട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം സഹായം ആവശ്യപ്പെടുമ്പോഴെല്ലാം താവളത്തിൽ നിന്നും അത് എത്തിച്ചു കൊടുത്തുകൊണ്ടുമിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം ഈ ഭാഗത്തെ സമുദ്രമേഖലയിൽ എത്തിപ്പെട്ടത്. INS-ന്റെ ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയെക്കുറിച്ചും സമീപ പ്രദേശങ്ങളെക്കുറിച്ചുമുള്ള രൂപരേഖ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു. കടലിൽ ഹിമക്കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരുന്നപ്പോൾ അതിൽപ്പെട്ടാണ് അദ്ദേഹം ഈ ദിക്കിലെത്താനിടയായത്. INS-ന്റെ കണ്ണിൽപ്പെടാതെ ബോട്ട് കരയ്ക്കടുപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പാറക്കെട്ടുകൾ മേൽക്കൂര പോലെ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗത്ത് പാറയിടുക്കിലായി അദ്ദേഹം ബോട്ട് കെട്ടിയിട്ടു. പുറമേ നിന്ന് എത്ര സൂക്ഷിച്ചു നോക്കിയാലും അവിടെ ഒരു ബോട്ട് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്ന് തോന്നുകയില്ലത്രേ. എന്നിട്ടും അദ്ദേഹം എങ്ങനെ കുടുങ്ങി? തുടർന്ന് കരമാർഗം മോറിസൺ കുറേ ദൂരം സഞ്ചരിച്ചു. INS-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കുള്ള പ്രവേശന മാർഗങ്ങൾ കണ്ടുപിടിക്കുകയും കഴിയുമെങ്കിൽ ഒരു ഗാർഡിനെ പിടികൂടി കൊന്നിട്ട് ആ വേഷത്തിൽ അകത്തു കിടന്ന് INS-ലെ പ്രവർത്തന രീതിയും മർമ്മഭാഗങ്ങളും മറ്റും മനസ്സിലാക്കുകയുമായിരുന്നു മോറിസന്റെ ഉദ്ദേശം. പക്ഷേ സ്കീയിങ്ങിൽ ഏർപ്പെട്ടിരുന്ന ഗാർഡുകളുടെ കണ്ണിൽപ്പെട്ടുപോയ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ഒത്തില്ല. അദ്ദേഹത്തെ അവർ പിടികൂടി സെല്ലിനുള്ളിലടച്ച് കാവലും വിട്ടു. ആ ബോട്ടിന്റെ കാര്യമോ? റോമൽ ആകാംക്ഷാഭരിതനായി. അദ്ദേഹം എങ്ങനെ ഇവിടെ എത്തിയെന്നും അവർ ചോദിച്ചില്ലേ? ചോദിച്ചു. എന്നിട്ട് അത് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം പറഞ്ഞുകൊടുത്തോ? ഇല്ല, ബോട്ടിനെക്കുറിച്ച് പറഞ്ഞതേയില്ല. അവർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് താനൊരു ഗ്ലൈഡറിൽ സഞ്ചരിക്കവേ ഹിമക്കാറ്റിൽപ്പെട്ട് ലക്ഷ്യം തെറ്റി ഈ ദിക്കിൽ വരികയും ഒടുവിൽ കരയ്ക്കടുത്തായി കടലിൽ ഗ്ലൈഡർ തകർന്നു വീഴുകയും താൻ നീന്തി കരപറ്റുകയും ചെയ്തുവെന്നാണ്. അവരത് വിശ്വസിച്ചോ? അതറിഞ്ഞുകൂടാ. അത് സത്യമാണോ എന്നറിയാൻ ഗ്ലൈഡറിൻ്റെ അവശിഷ്ടങ്ങളെപ്പറ്റി തെരച്ചിൽ നടത്തിയില്ലേ? നടത്തിക്കാണും. പക്ഷേ എങ്ങനെ കണ്ടുപിടിക്കും? അതൊരു പക്ഷേ കടലിൻ്റെ അടിത്തട്ടിലേക്ക് താണുപോയെങ്കിലോ? താണുപോകാൻ അങ്ങനൊരു സാധനമില്ലല്ലോ. അത് നമുക്കല്ലേ അറിയാവൂ. അപ്പോൾ അവരത് വിശ്വസിച്ചു. വിശ്വസിച്ച് കാണുകയില്ല. ഏതായാലും സൂക്ഷ്മമായ തെരച്ചിൽ നടത്തി. പക്ഷേ ഒന്നും കണ്ടുപിടിക്കാൻ ഒത്തില്ല. അദ്ദേഹം ഒരു സീക്രട്ട് ഏജന്റാണെന്ന് INS-ന് അറിയാമോ? ബട്ടൺ ചോദിച്ചു. സീക്രട്ട് ഏജന്റാണോ എന്ന് INS-ന് സംശയമുണ്ട്. അവരദ്ദേഹത്തെ വളരെയേറെ ചോദ്യം ചെയ്തു, മർദ്ദിച്ചു. എന്നിട്ടും അദ്ദേഹം അവരോട് പറഞ്ഞത് താനൊരു സാഹസിക സഞ്ചാരി മാത്രമാണെന്നാണ്. കേപ്പ് ഫെയർവെല്ലിൽ നിന്ന് ഐസ്ലാൻഡിലേക്കുള്ള പറക്കലിനിടയിൽ ലക്ഷ്യം തെറ്റി വന്നുപെട്ടതാണിവിടെ. അവരാ കഥ വിശ്വസിച്ചോ? വിശ്വസിക്കാതിരിക്കാൻ തെളിവുകളൊന്നുമില്ല. പക്ഷേ അവർ ഇതേക്കുറിച്ച് വ്യാപകമായ അന്വേഷണം നടത്തും. കുറേ കാലം കഴിഞ്ഞാണെങ്കിലും സത്യം പുറത്തുവരും. അപ്പോൾ ആ ബോട്ട് ഇപ്പോഴും ഒളിച്ചുവെച്ച സ്ഥലത്ത് തന്നെയുണ്ട് അല്ലേ? റോമൽ ഉത്സാഹത്തോടെ ചോദിച്ചു. അങ്ങനെ വേണം കരുതാൻ. നമുക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാൻ ആ ബോട്ട് ഉപയോഗിക്കാം, മോറിസൺ അനുവദിച്ചാൽ, റോമൽ ആശയോടെ പറഞ്ഞു. മോറിസന്റെ അനുവാദം എന്തിന്? ബട്ടൺ ചോദിച്ചു. നമുക്ക് ചെന്ന് അതെടുത്തുകൂടെ? അതെവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. മോറിസൺ അടയാളം തന്നാലല്ലാതെ നമുക്കത് എടുക്കാനൊക്കില്ല. മിസ് ബോണ എന്തു പറയുന്നു? മോറിസൺ നമ്മളെ സഹായിക്കുമോ? തീർച്ചയായും. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും രക്ഷപ്പെടാനോ എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കണമെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. സന്തോഷപൂർവ്വം ബോട്ട് വിട്ടുതരികയും ചെയ്യും. പക്ഷേ ഒരു കരാർ. എന്ത് കരാർ? അലീന ചോദിച്ചു. രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നവർ മിസ്റ്റർ മോറിസൺ ഏൽപ്പിക്കുന്ന ഒരു സന്ദേശം അദ്ദേഹം നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിക്കണം. എവിടെയാണ് എത്തിക്കേണ്ടത്? ലൈറ്റ് ഹൗസിൽ. അതാണ് കോഡ്. ഈ ലൈറ്റ് ഹൗസ് എവിടെയാണ്? 100 കണക്കിന് മൈൽ അകലെ ബ്രിട്ടീഷ് ആർമിയുടെ ഒരു താവളത്തിൽ.
ബോട്ടിൽ കയറി രക്ഷപ്പെടുകയാണെങ്കിൽ ചെന്നെത്താവുന്ന ഏറ്റവും അടുത്ത ഷെൽട്ടർ ഈ ലൈറ്റ് ഹൗസ് ആയിരിക്കും. അവിടെ എത്താനുള്ള റൂട്ട് മാപ്പായിരിക്കും മോറിസൺ തരിക. അതല്ലാതെ വേറെ മാർഗത്തിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഒരിടത്തും ചെന്നെത്താനും പോകുന്നില്ല. അതായത് മോറിസന്റെ ബോട്ട് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ സഹായത്തോടെ രക്ഷപ്പെടുന്നവർക്കും ലൈറ്റ് ഹൗസിൽ ചെല്ലാതെ ഗത്യന്തരമില്ല. ഒന്നാന്തരം ആശയം. ബട്ടന് ഒന്ന് വിസിലടിക്കണമെന്ന് തോന്നി. റോമലിന്റെ കണ്ണുകളിലും ആവേശം തെളിങ്ങി. അപ്പോൾ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു ബോട്ടുണ്ട്, മാർഗവും ലക്ഷ്യസ്ഥാനവുമുണ്ട്. അതുകൊണ്ടും കാര്യമൊന്നുമില്ല, ഗാരിയങ്കിൾ പറഞ്ഞു. ഇവിടെ നിന്ന് കടൽക്കരയിലെത്തണമെങ്കിൽ സുമാർ 10 മണിക്കൂറെങ്കിലും നടക്കണം. ബോട്ട് കണ്ടെത്താനും എഞ്ചിൻ പ്രവർത്തനക്ഷമമാക്കാനും സമയം വേറെ. ഹിമക്കൊടുങ്കാറ്റിൽ കേടുപാടുകൾ പറ്റിയെന്നല്ലേ പറഞ്ഞത്? ലൈറ്റ് ഹൗസിലെത്തുന്നതുവരെ ആവശ്യമുള്ള ഇന്ധനവും ഭക്ഷണവും നമ്മൾ കരുതണം. പിന്തുടർന്നു വന്നേക്കാവുന്ന ഗാർഡുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. മരുന്നുകളും വസ്ത്രങ്ങളും വേണ്ടത്ര കരുതണം. അങ്ങേയറ്റം സൂക്ഷ്മതയും ജാഗ്രതയും പുലർത്തുന്ന ഈ കേന്ദ്രത്തിലെ കാവൽക്കാർക്കിടയിൽ നിന്നും ഈ സാധനങ്ങളെല്ലാം ശേഖരിക്കുക എന്നത് തീരെ സാധ്യമല്ല. അതിനേക്കാൾ അസാധ്യമാണ് അവരുടെ കണ്ണു വെട്ടിച്ച് ചാടിപ്പോകുന്നത്. സംഗതിയൊക്കെ ശരി തന്നെ. എങ്കിലും ഈ അസാധ്യതകൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു സാധ്യത വന്നു വീഴാതിരിക്കില്ല. അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. ഒരു പഴുത് കിട്ടിയാൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറായിരിക്കുകയും വേണം. അത് എല്ലാവരും സമ്മതിച്ചു. ഞാൻ ഈ വിവരം മിസ്റ്റർ മോറിസിനെ അറിയിക്കാം. അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് കുറെ കൂടി നല്ല ആശയങ്ങളുണ്ടായിരിക്കും. വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്ന് നമ്മളെ സഹായിക്കാതിരിക്കില്ല, ബോണ പറഞ്ഞു. അവർ സ്കീയിങ് കേന്ദ്രത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങി. പിന്നീടുള്ള ദിവസങ്ങളിൽ എല്ലാവരും ഉദ്വേഗഭരിതരായിരുന്നു, പ്രത്യേകിച്ച് ആൺകുട്ടികൾ. ബോണ രക്ഷപ്പെടലിനെക്കുറിച്ച് മോറിസണുമായി സംസാരിച്ചോ എന്നറിയണം. എന്തു മറുപടി കിട്ടി എന്നറിയണം. സ്കീയിങ് കേന്ദ്രത്തിൽ ജോലി ചെയ്യാനുള്ള അടുത്ത ഷിഫ്റ്റിനു വേണ്ടി അവർ കാത്തിരുന്നു. ഒടുവിൽ ആ ദിവസമെത്തി. അത്യധികമായ ഉത്കണ്ഠയോടെയാണ് എല്ലാവരും സ്കീയിങ് പരിശീലന കേന്ദ്രത്തിലെത്തിയത്. ബോണയും എത്തിയിരുന്നു. ഗാർഡുകൾ കാണാതെ സംസാരിക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ റോമൽ അവളുടെ അടുത്ത് ചെന്നു. എന്തായി? ഞാൻ മോറിസനെ വിവരമറിയിച്ചു. അദ്ദേഹം എന്തു പറഞ്ഞു? പറയാം, മറ്റുള്ളവരെ കൂടി വിളിക്കൂ, ബോണ പറഞ്ഞു. അധ്യായം 7. ബോണ അറിയിച്ചു. മോറിസൺ നമ്മളെ സഹായിക്കും. ബോട്ട് എടുത്തുകൊള്ളാൻ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തരുന്ന രേഖകൾ ലൈറ്റ് ഹൗസിലെത്തിക്കണം. റോമലിനോ ബട്ടനോ ഉത്സാഹം തോന്നിയില്ല. ബോട്ടെടുക്കാൻ സമ്മതിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമ്മൾ എങ്ങനെ കടവിലെത്തും? ആവശ്യത്തിനുള്ള ഭക്ഷണവും ഇന്ധനവും മരുന്നുകളും വസ്ത്രങ്ങളും നമ്മൾ എങ്ങനെ സംഘടിപ്പിക്കും എന്നൊക്കെയാണ് അറിയേണ്ടത്. അതൊക്കെ സംഘടിപ്പിക്കുന്ന കാര്യം മിസ്റ്റർ മോറിസൺ ഏൽക്കും. അദ്ദേഹത്തിനും തടവുചാടി പോരണമെന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തെ രക്ഷപ്പെടാൻ സഹായിക്കണം. ശക്തമായ കാവലുണ്ടെന്നല്ലേ പറഞ്ഞത്? ആ സ്ഥിതിക്ക് എങ്ങനെ രക്ഷപ്പെടുത്തും? ബട്ടൻ ചോദിച്ചു. അദ്ദേഹം എന്തെങ്കിലും വഴി കണ്ടുപിടിച്ച് നമ്മളെ അറിയിക്കും. ബോട്ടിൽ എത്ര പേർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട്? 5 പേർക്ക്. നമ്മൾ ഇവിടെ തന്നെ 6 പേരുണ്ട്. മോറിസൺ കൂടിയാകുമ്പോൾ 7 പേരാകും. അപ്പോൾ 2 പേർ ഒഴിഞ്ഞു നിന്നല്ലേ പറ്റൂ. വിവിയന് പോരാൻ താൽപ്പര്യമില്ലെന്നല്ലേ പറഞ്ഞത്? ബോണ ചോദിച്ചു. മോറിസന്റെ നേതൃത്വത്തിലാണെങ്കിൽ ഞാനുമുണ്ട്, വിവിയൻ പറഞ്ഞു. ആരൊക്കെ മാറി നിൽക്കണമെന്ന് പിന്നീട് തീരുമാനിക്കാം. എന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ആലോചിക്കേണ്ടത്, റോമൽ പറഞ്ഞു. അത് അടുത്ത തവണ കാണുമ്പോൾ പറയാം. അധികം വൈകാതെ പ്ലാൻ തയ്യാറാക്കി അറിയിക്കാമെന്നാണ് മോറിസൺ പറഞ്ഞത്. കൂടുതൽ വൈകിയാൽ ഒന്നും നടന്നില്ലെന്ന് വരും, റോമൽ ഓർമ്മിപ്പിച്ചു. കാരണം മറ്റേതെങ്കിലും ഡിവിഷനിലേക്ക് നമ്മുടെ ജോലി മാറിയാലോ പല സെക്ഷനുകളിലേക്ക് നീക്കിയാലോ ഈ പരിപാടികളൊന്നും നടക്കാതെ വരും. അടുത്ത തവണ ബോണ വന്നത് രക്ഷപ്പെടലിനെ സംബന്ധിച്ച വിശദ വിവരങ്ങളുമായിട്ടായിരുന്നു. അവൾ അത് കൂട്ടുകാരോട് വിവരിച്ചു. മോറിസൺ പറഞ്ഞ പ്രകാരം രക്ഷപ്പെടേണ്ടത് ഇങ്ങനെയാണ്. പരമാവധി 6 പേർക്ക് വരെ ബോട്ടിൽ പോകാം. രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്ന ദിവസം നമ്മൾ കുറെ സ്കീ തട്ടിയെടുത്തിരിക്കണം. സ്കീയിങ് ഉപകരണങ്ങൾ സ്റ്റോർ റൂമുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ചുമതല നമ്മുടെയാണല്ലോ. നമ്മളത് മുഴുവനും എത്തിക്കാതെ കുറേ എണ്ണം മഞ്ഞിൽ പൂഴ്ത്തിവെക്കണം. നമ്മളിൽ ആർക്കൊക്കെ സ്കീയിങ് അറിയാം? എനിക്കറിയാം, അലീന പറഞ്ഞു. ഗാരി അങ്കിളിനും റോമലിനും അറിയാം. എനിക്കും അറിയാം, ബട്ടൻ വെളിപ്പെടുത്തി. എനിക്ക് ശരിക്കറിഞ്ഞുകൂടാ, വിവിയൻ തുറന്നു പറഞ്ഞു. ബോണയ്ക്കും ശരിക്കറിഞ്ഞുകൂടാ. എന്നാലും അവൾ സ്കീ ഉപയോഗിച്ച് മഞ്ഞിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, 1-ലധികം തവണ. എന്തായാലും നമ്മൾ 6 ജോഡി സ്കീ മഞ്ഞിനടിയിൽ ഒളിച്ചുവെക്കും. തിരിച്ചു മുറിയിലെത്തിയാലുടൻ മോറിസന്റെ മുറിയിലേക്ക് ചെല്ലും. അവിടെ തോക്കുകളേന്തിയ 2 കാവൽക്കാരുണ്ട്. അവരെ കൊല്ലുകയോ ബോധം കെടുത്തുകയോ ചെയ്യേണ്ടി വരും. ആ കർത്തവ്യം ബട്ടനും റോമലും വിവിയനും ഗാരി അങ്കിളും കൂടി ഏറ്റെടുക്കണം.
മോറിസനെ മോചിപ്പിച്ചാലുടൻ നമ്മൾ തുരങ്കമാർഗത്തിലേക്ക് ഓടും. അവിടെ 2 കാവൽക്കാരാണുള്ളത്. അവരെ കൊല്ലുകയോ ബോധം കെടുത്തുകയോ ചെയ്യണം. പിന്നെ പുറത്തു കിടന്ന് മഞ്ഞിൽ ഒളിച്ചു വച്ചിരിക്കുന്ന സ്കീ പുറത്തെടുക്കുക. അത് ധരിച്ച് കടൽക്കര ലക്ഷ്യമാക്കി കുതിക്കുക. നല്ല വേഗതയിൽ പോയാൽ 5 മണിക്കൂർ കൊണ്ട് കടൽക്കരയിലെത്താമെന്നാണ് മോറിസന്റെ കണക്കുകൂട്ടൽ. രാത്രിയായിരിക്കും നമ്മളെ രക്ഷപ്പെടലിന് തിരഞ്ഞെടുക്കുക. ബോട്ടിൽ കയറിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഏകദേശം 1 മാസത്തേക്ക് ആവശ്യമുള്ള ടിന്നിലടച്ച ഭക്ഷണ സാധനങ്ങളും ഫസ്റ്റ് എയ്ഡിന് ആവശ്യമുള്ള മെഡിസിനും കടലിൽ കുറേയധികം ദൂരം യാത്ര ചെയ്യാൻ വേണ്ടുന്ന ഇന്ധനവും ബോട്ടിലുണ്ട്. 3 ജോഡി കമ്പിളി വസ്ത്രങ്ങളുമുണ്ട്. ബാക്കി 3 ജോഡി നമ്മൾ സംഘടിപ്പിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കണം. ബോണ പറഞ്ഞു നിർത്തി. കടൽക്കരയിലെത്തും മുൻപ് നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടാലോ? റോമൽ ചോദിച്ചു. മരണം നിശ്ചയം. ഭാഗ്യം നമ്മുടെ പക്ഷത്താണെങ്കിൽ INSന്റെ കണ്ണു വെട്ടിച്ച് നമുക്ക് കടക്കാം. INSന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടാൽ തന്നെയും ലൈറ്റ് ഹൗസിലെത്താനുള്ള സാധ്യത 30% ഉള്ളൂ. അതായത് രക്ഷപ്പെടാനുള്ള സാധ്യത ആകെ 30% ഉള്ളുവെന്നർത്ഥം. ബാക്കി 70% അപകട മരണത്തിലേക്കാണ് നയിക്കുന്നത്. വിവിയൻ സ്വതസിദ്ധമായ വിളർച്ചയോടെ പറഞ്ഞു. 30എങ്കിൽ 30, നമുക്ക് പോയേ പറ്റൂ. റോമൽ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഗാർഡുകൾ അറിയാതെ ഇത് നടത്താമെന്ന് 1% പോലും എനിക്ക് പ്രതീക്ഷയില്ല, ഗാരിയങ്കൽ പറഞ്ഞു. എന്തുകൊണ്ട്? ബട്ടൺ ചോദിച്ചു. മോറിസനെ മോചിപ്പിക്കുന്നത് അസാധ്യമായിരിക്കും. ഗാർഡുകൾ അറിയാതെ അതെങ്ങനെ ചെയ്യും? അസാധാരണമായി എന്ത് സംഭവിച്ചാലും മുന്നറിയിപ്പ് കൊടുക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട് എവിടെയും. മോറിസനെ മോചിപ്പിക്കുക എന്ന ജോലി ഒഴിവാക്കിയിട്ട് ബാക്കി നടപ്പിൽ വരുത്തുകയാണെങ്കിൽ വിജയസാധ്യതയുണ്ട്. എന്നാലും തുരങ്കത്തിൽ നിന്ന് പുറത്തു കടക്കുന്നത് മുതൽ കടലിലെത്തുന്നതുവരെയുള്ള 5-6 മണിക്കൂർ അങ്ങേയറ്റം അപകടം പിടിച്ചതാണ്. അതിനുള്ളിൽ നമ്മൾ ചാടിപ്പോയ വിവരം ഗാർഡുകൾ അറിയാതിരിക്കാൻ ഒരു നിസ്സാര കാരണം പോലും ഞാൻ കാണുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ തടവു ചാടാൻ ഉദ്ദേശിക്കുന്ന രാത്രിക്ക് വേണ്ടത്ര പ്രകാശമുണ്ടായില്ലെന്നു വരാം. മഞ്ഞുമലകളിൽ കൂടി കടലിലേക്കുള്ള ശരിയായ പാത നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്നും വരാം. ശരിയായിട്ട് മാർഗനിർദ്ദേശമടങ്ങിയ ചാർട്ട് മോറിസൺ തരും. അതുകൊണ്ട് വഴി തെറ്റാൻ ഇടയില്ല, ബോണ ഇടയ്ക്ക് കയറി പറഞ്ഞു. എന്നുവെച്ച് വഴിതെറ്റിക്കൂടുന്നില്ല. ആ രാത്രിയിൽ കഠിനമായ മഞ്ഞുവീഴ്ച ഉണ്ടെങ്കിലോ? സകലതും തുലഞ്ഞു. സ്കീയിങ്ങിനിടയിൽ വീണ് ആർക്കെങ്കിലും ഗുരുതരമായി പരിക്കുപറ്റിയാലോ? പരിക്കുപറ്റുന്നവരെ ഉപേക്ഷിച്ചു പോയേ തരമുള്ളൂ, ബട്ടൺ പറഞ്ഞു. അതങ്ങനെ തന്നെ എന്ന് വെക്കുക. നമ്മൾ ബോട്ട് സൂക്ഷിച്ചിരുന്നിടത്തെത്തി 5 മണിക്കൂറിനുള്ളിൽ ഗാർഡുകൾ അറിയാതെ എല്ലാം ഭംഗിയായി നടന്നു. പക്ഷേ ബോട്ട് നിശ്ചിത സ്ഥാനത്തില്ലെങ്കിൽ എന്തു ചെയ്യും? അത് ഗാർഡുകൾ കണ്ടുപിടിച്ച് നശിപ്പിച്ചോ എന്ന് നമുക്ക് തീർച്ചയില്ല. എഞ്ചിൻ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ കുടുങ്ങിയത് തന്നെ. ഗാരിയങ്കളിൻ്റെ വാദഗതി ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി. അതുകൊണ്ട് ഞാൻ പറയുന്നതും ഇതാണ്. ഒന്നുകൂടി ആലോചിക്കുക. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാതിരിക്കെ വെറുതെ മരണത്തിലേക്ക് കുതിച്ചു ചാടുന്നത് ധീരതയൊന്നുമല്ല, വിഡ്ഢിയുടെ മണ്ടൻ സാഹസം മാത്രമാണത്. കുറച്ചുകൂടി പ്രായോഗികമായ രീതിയിൽ ഒരു പദ്ധതി ഉണ്ടാക്കുക. മോറിസനെ കൂടി രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകാമെന്ന് ആലോചിക്കുകയേ വേണ്ട. ആ ആശയം പാടെ ഉപേക്ഷിക്കുക. ബോട്ട് ആ സ്ഥാനത്തുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ എഞ്ചിൻ പ്രവർത്തിക്കുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് വന്ന് രക്ഷപ്പെടാൻ ഏതായാലും നമ്മളെക്കൊണ്ട് സാധിക്കുകയില്ലല്ലോ, ബട്ടൺ അമർഷത്തോടെ പറഞ്ഞു. എഞ്ചിൻ കേടാണെങ്കിൽ INSന്റെ ഡോക്കിൽ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്യിച്ചിട്ട് അതിൽ കയറി രക്ഷപ്പെടാനും സാധ്യമല്ല. രണ്ടും കൽപ്പിച്ചൊരു യാത്ര. ഒന്നുകിൽ ജീവിതം അല്ലെങ്കിൽ മരണം. മോറിസൺ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ യാത്ര വളരെ എളുപ്പമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കൂടി മോചിപ്പിക്കാനുള്ള റിസ്ക് ഏറ്റെടുക്കുന്നതിനോട് എനിക്കും അത്ര യോജിപ്പില്ല. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം നമ്മളെ സഹായിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ രക്ഷപ്പെടാൻ നമുക്ക് വേറെ മാർഗം വല്ലതും കണ്ടുപിടിക്കണം. എന്തായാലും മോറിസണോടുകൂടി ആലോചിച്ചിട്ട് അവസാന തീരുമാനമെടുക്കാം. ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു പരിപാടിക്കും അദ്ദേഹം മുതിരുകയില്ലെന്ന് വിശ്വസിക്കുക. വെറുതെ മരണത്തിൽ ചെന്ന് ചാടാൻ അദ്ദേഹത്തിന് താല്പര്യം കാണുകയില്ലല്ലോ. കുഴപ്പം കൂടാതെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെടുകയുള്ളൂ. ആവശ്യപ്പെട്ടാൽ നമ്മൾ അത് ചെയ്യുകയും വേണം, ബോണ പറഞ്ഞ് അവസാനിപ്പിച്ചു. അവൾ അധികം വൈകാതെ മോറിസണുമായി ബന്ധം പുലർത്തി. രക്ഷപ്പെടാൻ ആസൂത്രണം ചെയ്ത പദ്ധതിയും മോറിസൺ അവൾക്ക് വെളിപ്പെടുത്തി. മോറിസനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷപ്പെടലായിരുന്നു അയാൾ ആസൂത്രണം ചെയ്തിരുന്നത്. തുടർന്നു വന്ന ദിവസങ്ങൾ രക്ഷപ്പെടലിനു വേണ്ടിയുള്ള ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പുകളുടേതായിരുന്നു. രക്ഷപ്പെടുന്നതിന് 2 ദിവസം മുൻപ് വീണ്ടും സ്കീയിങ് പരിശീലന കേന്ദ്രത്തിൽ വെച്ച് കൂട്ടുകാർ കണ്ടുമുട്ടിയപ്പോൾ ബോണ പരിഭ്രാന്തിയും ഭയചകിതയുമായി കാണപ്പെട്ടു.
എന്തുണ്ടായി? അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഗാരിയെങ്കിൽ ചോദിച്ചു. നമ്മൾ പിടിക്കപ്പെട്ടേക്കും. ബോണിയുടെ സ്വരം വിറച്ചു. മറ്റുള്ളവരിലേക്കും ആ ഭീതി പടർന്നു. നമ്മളെക്കുറിച്ച് INSന് സംശയമുണ്ടെന്ന് തോന്നുന്നു. എന്താണ് സംഭവിച്ചതെന്നോ എന്തൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടെന്നോ നിശ്ചയമില്ല. മോറിസിനെ അവർ എങ്ങോട്ടോ മാറ്റി. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയോ എന്നുപോലും അറിയില്ല. എല്ലാം തകിടം മറിഞ്ഞതുപോലെ തോന്നുന്നു. അദൃശ്യമായ 100 കണ്ണുകൾ നമ്മളെയെല്ലാം രഹസ്യമായി നിരീക്ഷിക്കുന്നത് പോലെ. ബോണ പറഞ്ഞു നിർത്തി. ആരും ഒരക്ഷരം ഉരിയാടാനാവാതെ സ്തബ്ധരായി നിന്നു. അടുത്ത ഭാഗം നാളെ.